നമുക്ക് തുടങ്ങാലോ അല്ലേ? തുടങ്ങാം. ഓക്കെ. എല്ലാവർക്കും ആദ്യം തന്നെ വനിതാ ദിന ആശംസകൾ. ഇപ്പോഴും പലരും ജോയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജനസംസ്കൃതിയുടെ മഹിളാ വിംഗ് നടത്തുന്ന ഈ പ്രഭാഷണത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യും. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് മാർച്ച് 8 വനിതാ ദിനത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മളോടൊപ്പം പ്രഭാഷണത്തിനായി കൂടിയത്, എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ശ്രീമതി കെ ബീനയാണ്. മലയാളികൾക്കോ അല്ലെങ്കിൽ ഡൽഹി നിവാസികൾക്കോ ജനസംസ്കൃതി പ്രവർത്തകർക്കൊക്കെ കെ ബീന എന്ന് പറയുന്ന എഴുത്തുകാരിയെയോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെയോ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രഭാഷണ ടൈറ്റിലായിട്ട് നമ്മൾ കൊടുത്തത് തന്നെ ആ കസേര ആരുടേതാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ടൈറ്റിൽ പറയുന്നത് കെ ബീനയുടെ ഏറ്റവും പുതിയ ഒരു പുസ്തകമായ ആ കസേര ആരുടേതാണ് എന്നുള്ള ഒരു പുസ്തകത്തിന്റെ ടൈറ്റിലാണ്. ഒരു മാധ്യമ പ്രവർത്തകയുടെ ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്കുള്ള യാത്രകൾ, അവിടെ കണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഇന്നത്തെ ജനാധിപത്യത്തിന്റെയും അല്ലെങ്കിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് ഗ്യാരണ്ടി ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അത് മീൻസ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അധികാരത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ വേണ്ടി മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ അവർ നടത്തിയ യാത്രകളെ കുറിച്ചുള്ള ഒരു ബുക്കാണത്. ഞാൻ അതിനെ കുറിച്ച് അധികം പറയാൻ ആളല്ല. അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിനെ കുറിച്ചും അതിനോട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളെ കുറിച്ചും നമ്മളോട് കെ ബീന തന്നെ സംസാരിക്കുന്നതാണ്. കെ ബീന എന്ന എഴുത്തുകാരിയെ കുറിച്ച് എന്താ പറയാ, ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലെങ്കിലും ഒരു 13-ാം വയസ്സിൽ 1981 പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ബീന കണ്ട റഷ്യ എന്ന് പറയുന്ന ഒരു പുസ്തകം. അപ്പോ ആ ഒരു പുസ്തകം 1981 പബ്ലിഷ് ചെയ്യുന്നത്. എനിക്കൊന്ന് 13 വയസ്സായ സമയത്താണ് എഴുതി തുടങ്ങിയതെന്ന് തോന്നുന്നു. നമുക്ക് തന്നെ ഇന്ററാക്ഷന്റെ സമയത്ത് കൂടുതൽ ചോദിച്ചറിയാൻ പറ്റും. അപ്പോ ആ പുസ്തകം ഉൾപ്പെടെ ഒത്തിരി വിവിധ മേഖലകളിൽ ട്രാവൽ ആയിട്ടും ഷോർട്ട് സ്റ്റോറീസ് ആയിട്ടും ഈവൻ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആയിട്ടും ഒക്കെ ബീനയുടെ എഴുത്തുകൾ മലയാളികൾക്കിടയിൽ സുപരിചിതമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു വനിതാ ദിന പ്രഭാഷണത്തിനായി ജോയിൻ ചെയ്ത കെ ബീനയെ ജനസംസ്കൃതി മഹിളാ വിങ്ങിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പുസ്തകത്തെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട വനിതാ ദിനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മളോട് തീർച്ചയായിട്ടും ബീന സംവദിക്കും. ഇന്നത്തെ ഈ ഒരു പ്രഭാഷണം ഈ ഒരു പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മളുടെ ജനസംസ്കൃതി ട്രഷറർ പി വി സുജാതയാണ്. സുജാത പി വിയെയും ഞാൻ ഇന്നത്തെ പരിപാടിയിലേക്ക് മഹിളാ വിങ്ങിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ജനസംസ്കൃതിയുടെ പ്രസിഡന്റ് ശ്രീ വിനോദ് കമ്മാളത്ത്, സെക്രട്ടറി പ്രസാദ് എ കെ എന്നിവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇപ്പോഴും ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സന്തോഷമുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന സമയത്തിന് തന്നെ ജോയിൻ ചെയ്ത് ഇത് കേൾക്കാൻ വേണ്ടി നമ്മളോടൊപ്പം കൂടിയ എല്ലാവരെയും, ഒരുപക്ഷെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ടാവണം, എല്ലാവരെയും ജനസംസ്കൃതി മഹിളാ വിങ്ങിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ അധ്യക്ഷക കൈമാറുന്നു. താങ്ക് യു. താങ്ക് യു ഹസീന. അപ്പോ ഇന്ന് നമ്മുടെ വനിതാ ദിനമാണ്. അപ്പോ എല്ലാവർക്കും ആദ്യം തന്നെ വനിതാ ദിന ആശംസകൾ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ബീന ചേച്ചി നമുക്ക് ഒരു പുതുമുഖമല്ല, ഡൽഹിയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ നമ്മളോട് വളരെ അടുത്ത് സഹകരിക്കുകയും നമുക്ക് മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുള്ള ഒരാളാണ്. അപ്പോ ഇന്നത്തെ ഈ വനിതാ ദിനം നമുക്ക് ഓൺലൈനായി
ബിന ചേച്ചിയെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഒരു ആവശ്യകത വളരെ മുമ്പ് തന്നെ തിരിച്ചറിയുകയും അതിനോടനുബന്ധിച്ച് ഈ വനിതാ ദിനം ആഘോഷിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ ഒരു സമരത്തിന്റെ ഒരു പിൻബലത്തോടു കൂടിയാണ് വനിതാ ദിനം. ഇന്ന് നമ്മളത് ആഘോഷിക്കുന്നു എന്ന് പലപ്പോഴും പറയുമ്പോൾ അതൊരു ആചരിക്കേണ്ട ഒരു കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെപ്പോലുള്ളൊരു സംഘടന അത് ആചരിക്കുകയാണ് പതിവ്. അപ്പോ ഇത് മാർക്കറ്റിങ്ങിന്റെ ഒരു വലിയ കാലത്തില് അത് വലിയൊരു അന്താരാഷ്ട്ര വനിതാ ദിനം മറ്റ് ഉത്സവങ്ങളെ പോലെ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ ആഗോള വനിതാ ദിനത്തിന് ഒരു വലിയ സമര പാരമ്പര്യം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. 1908 ന്യൂയോർക്കിലെ സമരത്തില് 15,000-ൽ പരം സ്ത്രീകള് അവരുടെ തൊഴിൽ അവകാശങ്ങൾക്ക് വേണ്ടി, തൊഴിൽ സമയം കുറക്കാൻ വേണ്ടി, മെച്ചപ്പെട്ട ജോലി സാഹചര്യത്തിന് വേണ്ടി, തുല്യ വേതനത്തിനൊക്കെ വേണ്ടി അവർ നടത്തിയ ഒരു സമരമാണ് പിന്നീട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഒരു ഹിസ്റ്ററിയായി കണക്കാക്കപ്പെടുന്നത്. പിന്നീട് ഇങ്ങോട്ട് റഷ്യയിലെ സ്ത്രീ തൊഴിലാളികള് അവരുടെ സമാധാനത്തിനും യുദ്ധത്തിന്റെ അവസാനം എന്നിവ ആവശ്യപ്പെട്ട് മാർച്ച് 8-ന് പെട്രോഗ്രാഡിൽ നടത്തിയ സമരമാണ് ഫെബ്രുവരി വിപ്ലവത്തിന്റെയും പിന്നീട് റഷ്യൻ വിപ്ലവത്തിന്റെയും തുടക്കമായത്. അതുകൊണ്ട് തന്നെ നമ്മള് 1977-ലാണ് ഐക്യരാഷ്ട്രസഭ ഇത് ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. ഇതിന്റെ പിന്നില് വ്ളാഡിമിർ ലെനിൻ തന്നെയാണ് ഈ മാർച്ച് 8 നമ്മൾ ഈ ഒരു റഷ്യൻ വിപ്ലവത്തിന്റെ ഒക്കെ ഫലമായിട്ട് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആദ്യം പ്രഖ്യാപിച്ചത്. പിന്നീട് ഇങ്ങോട്ട് എല്ലാ വർഷവും ഐക്യരാഷ്ട്ര സഭയുടെ ഒരു പ്രത്യേക കരുതല് വനിതാ ദിനത്തില് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ വർഷം നമ്മുടെ ഈ വനിതാ ദിനത്തിനോടനുബന്ധിച്ച് UN ഇറക്കിയ പുതിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഈക്വാലിറ്റി എംപവർമെന്റ് എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സമാന അവകാശങ്ങൾക്കും അവസരങ്ങൾക്കും അർഹരാണെന്ന് UN അത് കൂടുതൽ അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോ അതിന് നമ്മൾ കൂടുതൽ നമ്മൾ ഓരോരുത്തരും കൂടുതൽ അത് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള കാര്യത്തിൽ നമ്മളെപ്പോലുള്ള ഒരു ഓർഗനൈസേഷന് കൂടുതൽ നല്ലൊരു വിഷനോട് കൂടി മുമ്പോട്ട് പോവാൻ വേണ്ടി പറ്റും തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ ജനസംസ്കൃതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് നല്ല പ്രാതിനിധ്യമുള്ള തുല്യ പ്രാതിനിധ്യമുള്ള ഒരു സംഘടനയാണ്. നമുക്ക് ഒരു വനിതാ വിങ് രൂപീകരിച്ച് മുമ്പോട്ട് വരുമ്പോൾ അതിന് പിന്നില് കൂടുതൽ സ്ത്രീകളെ സംഘടനയുടെ ഭാഗമാക്കുക, ലീഡർഷിപ്പിൽ കൊണ്ടുവരിക എന്നൊക്കെ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇന്നിപ്പോ അത് രൂപീകരിച്ച് ഇത്രയും വർഷം എത്തി നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട പങ്കാളിത്തം, സ്ത്രീ പങ്കാളിത്തം പരിപാടികളിലായാലും ലീഡർഷിപ്പിലായാലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മള് ആ ഒരു മാർച്ച് 8-ന്റെ സമരവീര്യം കൈവിടാതെ നമ്മുടെ ഇപ്പോഴും അറിയാം പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇന്ത്യയിലെ സ്ത്രീകൾ. ലോകത്തെ സ്ത്രീകളിൽ പല രാജ്യങ്ങളിലും അതുണ്ടെങ്കിലും ഇന്ത്യയിൽ നമുക്കറിയാം നമ്മൾ കാണുന്നത് പോലെ നമ്മളെ പോലുള്ള ജീവിത സാഹചര്യങ്ങളുള്ള ആൾക്കാരല്ല എല്ലാവരും എന്നുള്ളത്. അപ്പോ ഇപ്പോഴും കഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ പലതരത്തിലും അരികുവൽക്കരിക്കപ്പെടുന്ന സ്ത്രീകള്, പെൺകുട്ടികള് ഒക്കെ ഉണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടി, തൊഴിലിന് വേണ്ടി ഒക്കെ പൊരുതുന്ന, അല്ലെങ്കിൽ അത് ഇന്നും അപ്രാപ്യമാകുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോഴും നമ്മൾ പലപ്പോഴും കണ്ടു മീഡിയയിലൊക്കെ ഒരുപാട് ഘോഷിക്കപ്പെട്ട മൊണാലിസ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പറ്റി മീഡിയ ഒക്കെ വളരെ നന്നായി സൗന്ദര്യത്തിനെ കുറിച്ചൊക്കെ വായ്ത്തോരാതെ സംസാരിക്കുമ്പോൾ ആ കുട്ടിക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ പല സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസം പോലും അപ്രാപ്യമാണ്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് മുന്നോട്ട് അവർക്ക് എത്താൻ പറ്റുന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷം ആയിട്ടുണ്ടെങ്കിലും അടിസ്ഥാന വർഗത്തിൽ ഇപ്പോഴും വിദ്യാഭ്യാസം പോലുള്ള അടിസ്ഥാന കാര്യങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല. ആ ഒരു വിദ്യാഭ്യാസമൊക്കെ കിട്ടുമ്പോഴാണ് സ്ത്രീക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റുക, കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവുക, തൊഴിലുണ്ടാകുമ്പോഴാണ് അവർക്ക് സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ അതിൽ നമ്മൾ ഏറെ മുന്നിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു ഡൽഹി സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു സ്ത്രീകളും പുരുഷനും തമ്മിലുള്ള വിവേചനം നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗമാണെങ്കിലും അത് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ്
അതിൽ മാറ്റുക എന്നുള്ളത് എളുപ്പമല്ല. പക്ഷെ അതിന്റെ ചെറിയ ശ്രമത്തിൽ ജനസംസ്കൃതിയും അതിന്റെ രീതിയിൽ ഉള്ള ഒരു പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. നമ്മുടെ യൂത്ത് ആയാലും ബാലവേദിയിലുള്ള കുട്ടികളെ തൊട്ട് നമ്മൾ ആ ഒരു രീതിയിലാണ് ആ കുട്ടികളോട് സംസാരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ചെറിയൊരു ശ്രമം ജനസംസ്കൃതി നടത്തുന്നുണ്ട്. നമുക്ക് കൂടുതലും മെച്ചപ്പെട്ട രീതിയിൽ, സമൂഹം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ, ഉയർന്ന് ചിന്തിക്കുന്ന രീതിയിൽ, ലിംഗനീതി പ്രാപ്തമാകുന്ന രീതിയിൽ ചിന്തിക്കാൻ നമ്മുടെ തലമുറയെ കൂടുതൽ പ്രാപ്തരാക്കാൻ ഇനിയും നമുക്ക് ശ്രമങ്ങൾ തുടരാമെന്നാണ് പറയാനുള്ളത്. അപ്പോ ഇന്ന് നമ്മുടെ ഈ ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ബീന ചേച്ചിയാണ്, കെ ബീന ചേച്ചിയാണ്. അപ്പോ നമ്മള് സ്നേഹപൂർവ്വം ചേച്ചി ഈ ഒരു പ്രഭാഷണത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ബീന ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. പ്രഭാഷണം എന്നൊന്നും ഒരു ഔദ്യോഗികമായിട്ടുള്ള അത്തരം ഒരു വാക്കിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ഒരു സംസാരം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എന്തെന്ന് വെച്ചാൽ ഗൂഗിൾ മീറ്റിൻ്റെതായ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരുപാട് അകലത്തിൻ്റെതായ ഒരു വിടവുള്ളപ്പോ കുറച്ച് സംസാരിക്കുന്ന രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത്. പ്രഭാഷണം എന്ന് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ഔപചാരികത വരും. അപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് വനിതാ ദിനത്തില്, നേരത്തെ സുജാത വനിതാ ദിനത്തിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു. ഇപ്പോഴും നമ്മൾ ആഘോഷമാണോ ആചരിക്കുകയാണോ ആഘോഷിക്കുകയാണോ എന്ന് ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളിപ്പോഴും നിൽക്കുകയാണ്. ഇന്നിപ്പം ഉച്ചയ്ക്ക് ഇന്ന് കേരള ഗവൺമെന്റിന്റെ വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് കന്യാകുന്നില് നിശാഗന്ധിയിൽ രാവിലെ മുതൽ വൈകുന്നേരം ഇപ്പോഴും നടക്കുകയാണ്. വലിയ ഏതാണ്ട് ഒരു വലിയ സ്ത്രീകളുടേതായ ഒരു ജനാവലി എന്ന് പറയാവുന്നത് പോലെ ഉള്ള വലിയൊരു ജനക്കൂട്ടത്തെ അടുത്തോട് സംസാരിക്കാൻ പറ്റിയ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് സംസാരിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ നമ്മൾ ആ കൂട്ടായ്മ ഒരുപാട് എന്താണ് ഇപ്പൊ ഓൺലൈനിലാണെങ്കിലും നേരിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ഒരു കൂട്ടായ്മയ്ക്ക് കാരണമാകുന്ന ഒരു ദിവസം എന്നുള്ള നിലയ്ക്ക്, സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ദിവസം എന്നുള്ള നിലയ്ക്ക് ഈ ദിനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം നമുക്കറിയാം. എന്തൊക്കെ പറയുമ്പോഴും നമ്മൾ സ്ത്രീകൾ എത്രമാത്രം കേരളത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം നമ്മൾ മുന്നോട്ട് പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ഓരോ ചുവടും ഓരോ ജനറേഷനും ഓരോ തലമുറയും മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വനിതാ ദിനാശംസകൾ. പിന്നെ ജനസംസ്കൃതി എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു സ്വന്തം വീട് പോലെയാണ്, കുടുംബം പോലെയാണ്. നിങ്ങളെയൊക്കെ വീണ്ടും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. തിരുവനന്തപുരത്ത് ഇരുന്നാണെങ്കിൽ പോലും ജനസംസ്കൃതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ഈ പുതിയ പുസ്തകത്തെ കുറിച്ചാണ്. ചിന്ത പബ്ലിക്കേഷൻസ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ കസേര ആരുടേതാണ്? ആ കസേര എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ശരിക്കും അധികാരം എന്ന് പറയുന്നതാണ് കസേര. അത് രാഷ്ട്രീയ അധികാരം, അതുപോലെ തന്നെ ഒരു ഓഫീസിലാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ പോലും ആ കസേര, ഓരോ കസേരയ്ക്കും ഓരോ ഇരിപ്പിടത്തിനും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ ഇതിന് ആദ്യം ഈ പുസ്തകത്തിന് ഇട്ടിരുന്ന പേര് 100 കസേരകൾ എന്നായിരുന്നു. പിന്നീടാണ് ഈ പേരിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു വിഷയത്തിന് തന്നെ, ഒരു പുസ്തകത്തിന് തന്നെ ഒരു എന്താണ് പറയുന്ന ഒരു പ്രാധാന്യം കൈവന്നു തോന്നി. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം ഈ 75 വർഷം കഴിഞ്ഞ് ഭരണഘടന നിലവിൽ വന്നു, നമ്മൾ റിപ്പബ്ലിക്കായി, സ്വാതന്ത്ര്യം, എല്ലാത്തിന്റെയും കാലം ഇത്രയും എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു, 3/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മൾ ഇപ്പോഴും ഇത് ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ എന്റെ ഈ പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലെ യാത്രയാണ് ഞാൻ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശ്, ഹരിയാന, ബീഹാർ, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അങ്ങനെ 6 സംസ്ഥാനങ്ങൾ പോയിട്ടുള്ള അവിടുത്തെ യാത്രകളാണ്. ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് രാജസ്ഥാനും മണിപ്പൂരൊക്കെ യാത്ര ചെയ്തു, പക്ഷെ അത് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഇതിനകത്തെ ഈ സംസ്ഥാനങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യമാണ്, ആ കസേര ആരുടേതാണ് എന്ന്. ശരിക്കും ഈ അധികാരത്തിന്റെ കസേര നമുക്കറിയാം. 73-74 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് പഞ്ചായത്ത് രാജിൽ സംവരണം ഏർപ്പെടുത്തി ദളിതർക്കും സ്ത്രീകൾക്കും. അപ്പൊ അവരെ മുന്നോട്ട് കൊണ്ടുവരണം, അവരെ പൊതുധാരയുമായി ബന്ധപ്പെടുത്തണം എന്നുള്ളൊരു നല്ല ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണിത്. പല സംസ്ഥാനങ്ങളും ആദ്യത്തെ 33% സംവരണം എന്നുള്ളത് മറികടന്നുകൊണ്ട്, കേരളമൊക്കെ ആദ്യം തന്നെ 50% സംവരണം സ്ത്രീകൾക്ക് പഞ്ചായത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചു. അതിനൊപ്പം തന്നെ ദളിതർക്ക് അവരുടേതായ
അംഗസംഖ്യ അനുസരിച്ച് അവർക്കും കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ശരിക്കും പഞ്ചായത്ത് രാജ് സംവരണം നിലവിൽ വരുന്നത്. അപ്പൊ ഇത് നിലവിൽ വരുമ്പോ എന്താണ് ശരിക്കും നമുക്ക് പിന്നെ ഇതിൽ നിന്നുള്ള എന്റെ യാത്ര എവിടെ തുടങ്ങി, അല്ലെങ്കിൽ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഞാൻ ഹസീൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കുറച്ചു നേരം പ്ലേ ചെയ്തിട്ട്, ഫുൾ പ്ലേ ചെയ്യണമെന്നില്ല, അത് കുറച്ച് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഐഡിയ കിട്ടുമായിരിക്കും പുസ്തകത്തെ കുറിച്ച്. അത് കഴിഞ്ഞ് ബാക്കി സംസാരിക്കാം. അത് വരുമല്ലോ അല്ലേ? വിനോദേട്ട സൗണ്ട് വരുന്നില്ലേ? ഓഡിയോ ഓൺ ആക്കിയിട്ടില്ല. വിനോദേ, വോയിസ് വരുന്നില്ല. ഒന്നും കേൾക്കാനില്ല. വിനോദേ, വോയിസ് വരുന്നില്ല കേട്ടോ. ജസ്റ്റ് എ സെക്കൻഡ്. അങ്ങനെ ഒരു പുസ്തകം തുല്യമായ അവകാശങ്ങളിലേക്ക് നയിക്കുകയില്ല. അതിന്റെ പിറകിൽ ഒരു സാമൂഹ്യ മാറ്റം ആവശ്യമാണ്, ഒരു രാഷ്ട്രീയ ഇടപെടൽ ആവശ്യമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ഒരു രചനയാണ് ദീനയുടേത്. ഇത് ആക്ച്വലി കേൾക്കുന്നതേ ഇല്ല എന്താണ് പറയുന്നെന്ന് പോലും. സൗണ്ട് വരുന്നില്ല. സൗണ്ട് ഇല്ല. ഇതൊന്ന് ആദ്യം മുതലേ കാണിക്കണം. സൗണ്ട് ഒട്ടും കേൾക്കുന്നില്ല. ബുദ്ധിമുട്ടാവുമെങ്കിൽ സംസാരിക്കാം, എന്നാ അത് കാണിക്കണ്ട. ഒറ്റ സെക്കൻഡ് പ്ലീസ്. ഇപ്പൊ വരുന്നുണ്ടല്ലോ. ജസ്റ്റ് ചെക്ക് ചെയ്യുവാണേ. ഇത് കുറെ കഴിഞ്ഞു. അപ്പൊ ആദ്യം മുതലാണോ ഇടുന്നേ? ശരിയാവുന്നില്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. ശരിയാവുന്നില്ലെങ്കിൽ സംസാരിക്കാം. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. സൗണ്ട് ഇല്ലേ? ഇല്ല, സൗണ്ട് കേൾക്കുന്നില്ല. നൂറ്റാണ്ടുകൾ പിന്നിലെന്ന് തോന്നിപ്പിക്കുന്ന അനുഭവങ്ങൾ. ഒരു ശബ്ദവും പുറത്തോട്ട് വരുന്നില്ല. അത് സ്ഥലങ്ങളിൽ ചെന്ന് 25 വർഷം മുമ്പ് എന്തായിരുന്നു, ഇപ്പൊ എന്താണ്, അങ്ങനെയുള്ള താരതമ്യം ഇല്ല. അപ്പോ നടത്തി ഇപ്പൊ സൗണ്ട് ഉണ്ട്. വളരെയേറെ കാഴ്ചകൾ നൽകും.
ഞാനതുകൊണ്ട് ബീനോട് പറയാം, പിന്നെ ഇംഗ്ലീഷിലാക്കണം, ഇറ്റ് വിൽ ബി എ കൺട്രിബ്യൂഷൻ. അങ്ങനെ ഒരു പുസ്തകം വേറെ ഇല്ല. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ബീന. താങ്ക് യു വെരി മച്ച്. ഒരു പെൺകുട്ടികളെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെയോ തുല്യമായ അവകാശങ്ങളിലേക്ക് നയിക്കുകയില്ല. അതിന്റെ പിറകിൽ ഒരു സാമൂഹ്യ മാറ്റം ആവശ്യമാണ്, ഒരു രാഷ്ട്രീയ ഇടപെടൽ ആവശ്യമാണ് എന്നത് വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു രചനയാണ് ബീനയുടേത്. ജേർണലിസത്തിന്റെ ഹൈ ചെയ്തിരിക്കുന്ന അപ്പൊ കേരളത്തിൽ അപ്പൊ ഈ മാതൃകാപ്രവർത്തനത്തിന് തീർച്ചയായിട്ടും ചീത്ത വിളിക്കണം. പക്ഷെ അതിന്റെ മറുവശത്ത് നല്ല ജേർണലിസം വരുമ്പം അത് നല്ല ജേർണലിസ്റ്റിന് പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതായിക്കോട്ടെ. സിലബസിന്റെ ഭാഗമാക്കേണ്ട ഒരു പുസ്തകം. ഞാൻ വിശേഷത്തെയല്ല. ഇന്ത്യ എന്ന മഹാത്ഭുതം, ഇന്ത്യൻ ഗ്രാമങ്ങൾ എന്ന യാഥാർത്ഥ്യത്തെ തൊട്ടറിയാൻ വേണ്ടിയുള്ള യാത്രകൾ ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പാണ്, 2014 രാഷ്ട്രീയ അധികാരത്തിന്റെ യാഥാർത്ഥ്യം തേടിയുള്ള യാത്രകൾ. അധികാരത്തിന്റെ കസേരകൾ സ്ത്രീകൾക്കും ദളിതർക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന ബോധ്യത്തിന്റെ പുറത്ത് നിർമ്മിക്കപ്പെട്ട പഞ്ചായത്ത് രാജ് നിയമം ഇന്ത്യൻ ഗ്രാമങ്ങളിലെ അധികാര സമവാക്യങ്ങളിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കിയത് എന്ന അന്വേഷണമായിരുന്നു. രാഷ്ട്രീയ അധികാരത്തിന്റെ വഴിയിലെത്തുന്ന സാധാരണ മനുഷ്യരെ കാണാൻ വേണ്ടിയുള്ള യാത്രകളിൽ കണ്ടുമുട്ടിയ കുറെ പേർ, അവരുടെ ജീവിതങ്ങൾ അത്ഭുതകരവും സാഹസികവും ചിലപ്പോൾ ദയനീയവും മറ്റു ചിലപ്പോൾ അഭിമാനകരവും ആനന്ദദായകവും ശിക്ഷാനിർഭരവുമായിരുന്നു. ഞാൻ യഥാർത്ഥ ഇന്ത്യയെ കാണുകയായിരുന്നു. ജാതിയും മതവും വേർതിരിക്കുന്ന ഇന്ത്യ, ലിംഗഭേദങ്ങളുടെ ഇന്ത്യ, ഒരു സമയം പുരോഗമനപരമാണെന്നും അടുത്ത നിമിഷം നൂറ്റാണ്ടുകൾ പിന്നിലെന്നും തോന്നിപ്പിക്കുന്ന അനുഭവങ്ങൾ. സ്ത്രീ ആയതുകൊണ്ടും ദളിത് ആയതുകൊണ്ടും നേരിടേണ്ടി വരുന്ന ആ അനുഭവങ്ങൾ ചായം തേക്കാത്ത മനുഷ്യരുടേതായിരുന്നു. ആ അനുഭവങ്ങൾ യഥാർത്ഥ ഇന്ത്യയെ കണ്ടെത്താനുള്ളതായിരുന്നു. തമിഴ്നാട്ടിൽ, ബീഹാറിൽ, ഉത്തർപ്രദേശിൽ, ഹരിയാനയിൽ, പശ്ചിമ ബംഗാളിൽ, അങ്ങനെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സുജാത രമേശും ബാലുചാമിയും പെരിയ കറുപ്പനും സഹായമേരിയും അഴകപ്പെണ്ണും താരാ ശുക്ലയും നിരുപമാബേൻ പട്ടേലും അനിതയും അങ്ങനെ അങ്ങനെ ഒരുപാട് പേർ എന്നെ കാത്തിരുന്നു. അവരിൽ പലരും എനിക്ക് മുന്നിൽ തുറന്നിട്ടത് ജാതി വിവേചനത്തിന്റെയും ലിംഗവിവേചനത്തിന്റെയും ഞെട്ടിക്കുന്ന കഥകളായിരുന്നു. അധികാരത്തിലെത്തിയത് കൊണ്ട് ജീവിതം തന്നെ കൈമോശം വന്നു പോകുന്ന പലരെയും ഞാൻ നേരിട്ട് കണ്ടു. ആ കാഴ്ചകളാണ് ആ കസേര ആരുടേതാണ് എന്ന പുസ്തകത്തിലുള്ളത്. ഇത്രയും വെച്ച് അവസാനിപ്പിക്കാൻ തോന്നുന്നു. വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ അവസാനിപ്പിക്കാം. പോകുന്നു എന്നത് മാത്രമല്ല, സ്ത്രീകൾ ശക്തരായാൽ തങ്ങൾ കാലാകാലങ്ങളായി അനുഭവിച്ച തുടരാ അല്ലേ? ഓക്കെ, ഒന്ന് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ? എന്റെയോ? അതെ അതെ അതെ, ക്യാമറ ഓൺ ആണല്ലോ. കാണുന്നില്ല നമുക്കാർക്കും. ഇപ്പൊ ഉണ്ട്, ഇപ്പൊ നോക്കിയേ. കാണുന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും ചിലപ്പോ, അല്ലെ? ഇപ്പോഴോ? വീഡിയോ ഇല്ല. ഇല്ല ഇല്ല, കാണുന്നില്ല. ഞാൻ ലെഫ്റ്റ് ചെയ്ത് വീണ്ടും വരണോ? ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ? എന്നാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് നോക്കട്ടെ. അപ്പൊ എങ്ങനെ ഞാൻ ഇതിന്ന് ഓഫ് ആയിട്ട് വീണ്ടും വരണം അല്ലേ? അതെ അതെ, ഒന്ന് ലെഫ്റ്റ് റെഡ് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ജോയിൻ ചെയ്താൽ മതി. ഇപ്പൊ ശരിയായോ? യെസ് യെസ്.
അതെ അതെ, താങ്ക് യു. ശരിയായി ശരി, താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ശരിക്കും ഞാൻ ഒരു ചെറിയൊരു ഡോക്യുമെന്ററി പോലെ ഉണ്ടാക്കിയതാണ്, 10-12 മിനിറ്റ്. അതാവുമ്പോഴേക്കും കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയേണ്ടി വരാത്ത ഒരു അവസ്ഥയിൽ എന്താണെന്നുള്ള പുസ്തകത്തെ അവതരിപ്പിക്കാനായിട്ട് ചിന്ത പബ്ലിക്കേഷൻസിന്റെ ഒരു നിർദ്ദേശപ്രകാരം ഇവിടുത്തെ ചില അവരുടെയൊക്കെ ആവശ്യപ്രകാരം ചെയ്ത ഒരു വീഡിയോ ആണ്. അതിനകത്ത് കുറെ ഫോട്ടോസും കുറെ കാഴ്ചകളും ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ എന്റെ യാത്രയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 10 വർഷം മുമ്പ് 2014 ഡൽഹിയിലൊക്കെ വരുന്ന സമയത്താണ് ഈ യാത്ര നടത്താൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ആദ്യം കണ്ട ആൾക്കാരെ, 2014 കണ്ട ആൾക്കാരെ വീണ്ടും 10 വർഷം കഴിഞ്ഞ് 2024 ആയപ്പോ വീണ്ടും പോയി കണ്ടു തമിഴ്നാട്ടിലൊക്കെ. അപ്പൊ ഈ അധികാരം എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ മാറ്റിയത് എന്നുള്ള ഒരു നേർക്കാഴ്ച, അതാണ് ശരിക്കും ഇപ്പൊ നേരത്തെ രാജഗോപാലൊക്കെ പറഞ്ഞ പോലത്തെ അങ്ങനെ ഒരു ജേർണലിസം ശരിക്കും ഇപ്പൊ ആർക്കും ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല. നമ്മൾക്കറിയാം ജേർണലിസം തന്നെ സിനിമയുടെയും നാടക അല്ലെങ്കിൽ സെലിബ്രിറ്റി, ഒരു ഫാഷൻ സെലിബ്രിറ്റി, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ജേർണലിസം എന്നുള്ള രീതിയിലേക്കും നമ്മളുടെ പൊതു കാഴ്ചയും പൊതുബോധവും തന്നെ അങ്ങനെ മാറിപ്പോയൊരു കാലത്ത് ഒരു പഴഞ്ചൻ എന്താ പറയുന്നത് ഒരു ചിന്തയോടുകൂടിയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ധാർമ്മികത അല്ലെങ്കിൽ ഇത്തരം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വികസന കാര്യങ്ങൾ സംസാരിക്കുന്ന ജേർണലിസം ഒന്നും ഇപ്പൊ ആർക്കും വേണ്ട. ഇപ്പൊ എന്റെ ഈ പുസ്തകം പോലും കേരളത്തിലെ പ്രധാനപ്പെട്ട പബ്ലിഷേഴ്സിനൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് ഇതൊന്നും വിൽക്കാൻ പറ്റുന്ന പുസ്തകമൊന്നുമല്ല, ഇത് വിൽക്കത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പുസ്തകമാണ് ശരിക്കും ഈ വിഷയമായതുകൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ആ കസേര ആരുടേതാണ് പുറത്തു വന്നത്. പക്ഷെ പുറത്തു വന്നതിന് ശേഷം ഓരോരുത്തരും വായിക്കുന്ന ഓരോരുത്തരും പറഞ്ഞ അനുസരിച്ച് എനിക്ക് ആ വിഷയം വളരെ ഇന്നും സജീവമായി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പൊ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ വായിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് ഇത് നോവല് വായിക്കുന്നതിനെക്കാട്ടിയും നമ്മളെ ആകുലപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയുടെ അവസ്ഥ എന്താണ് എന്ന്, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണെന്ന്. ഇപ്പൊ നമുക്കൊക്കെ അറിയാം ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പഴയ കാലത്തുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്നും ഒക്കെ പറയുന്ന ഒരു കാലത്തിൽ കൂടി സനാതന ധർമ്മങ്ങളുടെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് സ്ത്രീകൾക്കും ദളിതർക്കും ഇങ്ങനെ ഒരു എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള അവരുടെ അവസ്ഥ എന്ന് പറയുമ്പം ശരിക്കും നമ്മൾക്ക് പല കഥകളും ഞെട്ടലുണ്ടാക്കുന്ന കഥകളാണ്. നമ്മൾ ചെന്ന് കണ്ടു കഴിയുമ്പോൾ, ഞാനിപ്പോ ഇതിനകത്ത് നിങ്ങൾ ആദ്യം കാണിച്ച കുറച്ച് ഫോട്ടോസ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെയാണ്, പിന്നെ ഓരോരോ സംസ്ഥാനങ്ങളായിട്ട് പോകുന്നുണ്ട്. ആ തമിഴ്നാട്ടിലെ ഇപ്പൊ നിങ്ങൾ കണ്ട 3-4 കഥാപാത്രങ്ങൾ, ആദ്യം ഒരു സ്ത്രീയെ കണ്ടു, അവര് സുജാത രമേശ് എന്നാണ് അവരുടെ പേര്. അവരുടെ എന്ന് വെച്ചാല് അവര് തിരുവള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, മദ്രാസിനടുത്ത്, ചെന്നൈക്ക് അടുത്ത്, ഒരു 24 കിലോമീറ്റർ അപ്പുറത്തുള്ള. ഇവര് ഒരു ദളിത് സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഇവര് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവര് ആസിഡ് ഉപയോഗിച്ച് അവരെ നശിപ്പിക്കാൻ നോക്കി, പലതരത്തിൽ അവരെ കൊല്ലാൻ നോക്കി. ആദ്യം ഞാൻ അവരെ കാണുമ്പോൾ അവര് ഏത് സമയവും കൊല്ലപ്പെട്ടേക്കാം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ആണ് ഞാൻ ആദ്യം അവരെ പോയി കാണുന്നത് 2014. അപ്പൊ അവിടുത്തെ മണ്ണ് മാഫിയയോട്, അതുപോലെ അവിടുത്തെ ഏറ്റവും ദളിതരിൽ ദളിതരായവരെന്ന് പറയുന്ന അവർക്ക് വേണ്ടിയിട്ട് വെള്ളം കൊടുക്കാനും അവർക്ക് ഉള്ള ബേസിക് കാര്യങ്ങൾ കൊടുക്കാനും ശ്രമിച്ചതിന്റെ പേരിൽ ഈ സ്ത്രീ വേട്ടയാടപ്പെടുന്നത്, ഇവര് ദളിതയായതുകൊണ്ട് വേട്ടയാടപ്പെടുന്നത്. അപ്പൊ അവരെന്നോട് പറഞ്ഞു സ്വാതന്ത്ര്യ ദിനത്തില് കൊടി ഉയർത്താനായിട്ട് അവരെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടുത്തെ ഉയർന്ന ജാതിക്കാർക്ക്. അതുപോലെ തന്നെ ഇവര് ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കുറെ നാളുകൾ ഇവർക്ക് നിലത്തിരിക്കേണ്ടി വന്നു, ഇവരെ കസേരയിൽ ഇരിക്കാൻ സമ്മതിക്കുമായിരുന്നു ഈ സുജാത രമേശിനെ. അവിടെ നിന്ന് ആ ദളിത് സ്ത്രീ വളരെ ഒരു വണ്ടി ഓടിക്കുക, അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് പിന്നെ ഇതിലേക്കാണ് ഇവര് വീണ്ടും മത്സരിച്ച് ജയിച്ചു വരുന്നത്. പക്ഷെ ഇവരെ എല്ലാത്തരം പിന്നെ അതിക്രമങ്ങളും നേരിട്ട് കൊണ്ട് മുന്നേറുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ആദ്യം ചെല്ലുമ്പോൾ കാണുന്നത്. അവര് വണ്ടി ഓടിക്കാൻ പഠിച്ചു. ആ ഒരു സ്കൂട്ടറിൽ അവർ ആ പഞ്ചായത്ത് മുഴുവൻ നടക്കുകയും അവിടുത്തെ പഞ്ചായത്ത് മക്കൾക്ക് വേണ്ടിയിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷെ പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം ചെല്ലുമ്പം അവർക്ക് അധികാരമില്ല. അവരെ അധികാരത്തിന്റെ കസേരയിൽ നിന്ന് ഉയർന്ന ജാതിക്കാര് വളരെ പിന്നെ ശ്രമിച്ചു തന്നെ പല വഴി അവരെ പുറത്താക്കി. അവരിപ്പോ അവിടെ ഒരു സോഷ്യൽ വർക്കറെയൊക്കെ പോലെ നടക്കുകയാണ്. അവർക്കെതിരെ 100,000 കേസുകളുണ്ട്. അവർ ഓരോ കോടതിയിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇവർക്കെതിരെ ഈ ഉയർന്ന ജാതിക്കാർ കേസ് കൊടുത്ത് എങ്ങനെ ഇവരെ ഇവിടുന്ന് ഓടിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അവര് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കുന്ന ഒരു സുജാത രമേശിനെയാണ് ഞാൻ തമിഴ്നാട്ടില്
കണ്ടത്. പക്ഷെ മറ്റു രണ്ട് പുരുഷന്മാരുടെ പടം കാണുന്നുണ്ട്. അവര് ബാലുച്ചാമിയും പെരിയ കറുപ്പൻ. അവർ ഉസിലാംപെട്ടിയിലെ പാപ്പാപ്പെട്ടി കീരിപ്പട്ടി എന്നുള്ള 2 പഞ്ചായത്തുകളിലാണ് പ്രസിഡന്റുമാരായിരുന്നവരാണ്. അതെല്ലാം ശരിക്കും ആ പഞ്ചായത്തുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ ജനാധിപത്യ ഇന്ത്യയിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് സംശയം തോന്നുന്ന തരം കഥകളാണ്. അത് കഥയാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്നുവെച്ചാൽ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കഥയാണത്. ഈ പഞ്ചായത്തുകള് മധുരയിലെ ഉസിലാംപെട്ടി, പിന്നെ എന്താണ് ഉള്ള വിരുദ് നഗർ, അങ്ങനെ 2 ജില്ലകളിലെ കീരിപ്പെട്ടി, പാപ്പാപ്പെട്ടി, നാട്ടാമംഗലം, കാട്ടായി കോച്ചിയത്തേൽ, ഇത്രയും 4 പഞ്ചായത്തുകളില് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട് ദളിതരെയാണ് തെരഞ്ഞെടുക്കാനായിട്ടുള്ള ഇത് വന്നത്. അവരുടെ ഇതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വരുമ്പോ. പക്ഷേ ഏതാണ്ട് 10 വർഷത്തോളം 1996 മുതൽ 2006 വരെ ആ പഞ്ചായത്തുകളിൽ 4 പഞ്ചായത്തിലും ഒരു പഞ്ചായത്ത് അംഗം, ഒരു പ്രസിഡന്റ്, ഒരു പഞ്ചായത്തും കൂടിയിട്ടില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ അവർക്ക് പ്രസിഡന്റ് ഉണ്ടാകാൻ സമ്മതിക്കില്ല. അവിടുത്തെ ഈ സംവരണം വഴി അവിടെ ദളിതരാണ് വരേണ്ടത് എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും അവിടുത്തെ ഉന്നത ജാതിക്കാരെന്ന് പറയുമ്പോഴും ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ തമിഴ്നാട്ടില് അവരും ദളിതരാണ്. ഇവരുടെ ഇപ്പം ഈ പുലയർ, പറയർ എന്ന് പറയുന്ന വിഭാഗക്കാരെ ഏറ്റവും ഒപ്രസ് ചെയ്യുന്നവരെന്ന് പറയുന്ന കള്ളാർ, തേവർ എന്നൊക്കെ പറയുന്നവരും ദളിത് വിഭാഗത്തിൽ അല്ലെങ്കിൽ ബാക്ക്വേർഡ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവരെ ഭയങ്കരമായി അടിച്ചമർത്തുകയും അവരുടെ പറമ്പിലും മറ്റും ജോലിക്ക് വരുന്ന ഒരു പഞ്ചായത്തിൽ ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം എന്നുള്ളൊരു നിയമം ഉണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ വീട്ടിൽ പണിക്ക് വരുന്ന ഒരാളെ കൊണ്ട് നോമിനേഷൻ കൊടുപ്പിക്കും. ആ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം തന്നെ ഇവരൊരു വെള്ള പേപ്പറിലും ഒപ്പിട്ട് വാങ്ങും. നോമിനേഷൻ കൊടുത്തു, തെരഞ്ഞെടുപ്പ് അവിടെ അവർ വിചാരിച്ച വേറൊരാൾക്കും അവിടെ മത്സരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവരൊരാൾ മാത്രമേ കാണുള്ളൂ, അയാൾ ജയിക്കും. ആ ജയിച്ച ആളെ ഒപ്പിട്ട് വാങ്ങി അല്ലെങ്കിൽ ഇംപ്രഷൻ വാങ്ങിച്ചു വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അയാളുടെ രാജിക്കത്ത് കളക്ടറുടെ അടുത്തെത്തും. അപ്പൊ കളക്ടർ ഇയാളെ വിളിച്ചു നോക്കി, നിങ്ങൾ എന്താ മത്സരിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അധികാരം എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയും എനിക്ക് ഭയങ്കര തിരക്കാണ്, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അയാൾ രാജിവെച്ചെന്ന് പറഞ്ഞിട്ട് പോകും. ഇങ്ങനെ 1, 2, 3 വർഷമല്ല 10 വർഷത്തോളം ഓരോ 6 മാസവും ഈ 4 പഞ്ചായത്തുകളിലും തെരഞ്ഞെടുപ്പ് നടന്നു. ഇപ്പൊ ജനാധിപത്യ ഇന്ത്യയുടെ ഇപ്പം സുപ്രീം കോർട്ട് വരെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു. മാധ്യമങ്ങളെല്ലാം തന്നെ ഈ സ്ഥലത്ത് ഈ പഞ്ചായത്തുകളിൽ എത്തി സ്റ്റോറികൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജനാധിപത്യ ഇന്ത്യയുടെ മുഖത്ത് ഒരു കറുത്ത പാടായിട്ട് ഈ പഞ്ചായത്തുകൾ മാറിക്കഴിഞ്ഞപ്പോൾ കരുണാനിധിയായിരുന്നു അന്ന് മുഖ്യമന്ത്രി. കരുണാനിധിക്ക് ഭയങ്കരമായിട്ട് അതൊരു നാണക്കേടായി മാറിക്കഴിഞ്ഞപ്പോൾ കരുണാനിധി ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, ഏത് വിധേനയും നമുക്ക് ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയേ പറ്റും. ഇതിനിടയ്ക്കുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ആരെങ്കിലും ധൈര്യപൂർവ്വം മത്സര രംഗത്ത് വരികയോ ജയിക്കുകയോ ചെയ്തിട്ട് ഈ കള്ളർമാർ പറയുന്ന പോലെ റെസിഗ്നേഷന് തയ്യാറായില്ലെങ്കിൽ അവര് വളരെ പല സാഹചര്യങ്ങളിലും കൊല ചെയ്യപ്പെടുകയോ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്യുന്നതായിരുന്നു അവിടുത്തെ സാഹചര്യം. ഈ കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തീരുമാനിക്കുകയും ഇവിടെ എന്ത് വന്നാലും പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വേണം തീരുമാനിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ഈ കഥയിലേക്ക് ഈ ബാലുച്ചാമിയും പെരിയ കറുപ്പനൊക്കെ ശരിക്കും എത്തിച്ചേരുന്നത്. ബാലുച്ചാമിയുടെ കീരിപ്പട്ടിയിലെ ഒരു ദളിതൻ ഇത് കൊടുത്തു, നോമിനേഷൻ കൊടുത്തു. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്തത് ഈ ബാലുച്ചാമിയുടെ ചേട്ടനായിരുന്നു. അതുകൊണ്ട് ഇയാളുടെ കുടുംബത്തെയും അവർ ഊരിവിലക്കി. അപ്പൊ എന്തായാലും മറ്റേയാളെ എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റൊന്നും ആകാൻ സമ്മതിച്ചില്ല. അയാളെ കൊണ്ട് അയാള് മധുരയിലേക്ക് ഓടിപ്പോയിട്ട് എന്തെങ്കിലും. പക്ഷെ ഇവര് കുടുംബം ഊരിവിലക്കപ്പെട്ടു. അപ്പൊ അയാൾ മരിച്ചു. തേനികോടി എന്താണ് അയാളുടെ പേര്. അപ്പൊ ഇവര് അപ്പോഴേക്കാണ് ബാലുച്ചാമി വിചാരിക്കുന്നത് എന്തായാലും ഊരുവിലക്കപ്പെട്ടു, എന്നാ പിന്നെ ദളിതൻ അവകാശപ്പെട്ട ഒരു പ്രസിഡന്റ് സ്ഥാനം കളയണ്ടെന്ന് പറഞ്ഞ് ഇയാൾ പോയി മത്സരിക്കാനായിട്ട് നോമിനേഷൻ കൊടുക്കും ആരോടും പറയാതെ. എന്നിട്ട് ഇയാൾ നേരെ മധുരയ്ക്ക് ഒളിച്ചോടും. അവിടെ ചെല്ലുമ്പോൾ CPM കാരുടെ അടുത്താണ് ചെല്ലുന്നത്. അവർ ഇയാളെ ഒളിപ്പിക്കുകയും കളക്ടറുടെ അടുത്ത് ഒളിവിൽ പാർപ്പിച്ചിട്ട് കളക്ടറെ വിവരം അറിയിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കളക്ടർ പോയിട്ട് ഇവിടുത്തെ ഈ കീരിപ്പട്ടിയിലെ ഉയർന്ന ജാതിക്കാരോട് പറയും, നിങ്ങൾ ഇപ്പൊ ഞാനൊരു പ്രസിഡന്റിനെ ഇവിടെ ഉണ്ടാക്കും, ആ പ്രസിഡന്റിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായി ഉപദ്രവിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് വിരട്ടിയിട്ടാണ് ശരിക്കും ഈ ബാലുച്ചാമി പ്രസിഡന്റ് ആവുന്നത്. ബാലുച്ചാമിയെ പ്രസിഡന്റ് ആക്കിയിട്ട് പോലീസ് കാവലില് ഈ കീരിപ്പട്ടിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു.
താമസിപ്പിച്ചപ്പം ഇയാളോട് ഒരാളും മിണ്ടില്ല. ഇവരെ ഉയർന്ന ജാതിക്കാരെ പേടിച്ചിട്ട് ആരും തന്നെ ഇയാളോട് മിണ്ടുകയോ ഒന്നും ചെയ്യത്തില്ല. അയാൾ 5 വർഷം അവിടെ നന്നായിട്ടൊക്കെ ഭരിച്ചു. അത് കഴിഞ്ഞ് അയാൾക്ക് പിന്നെ മത്സരിച്ചെങ്കിലും, പിന്നെ എല്ലാ പ്രാവശ്യവും അയാൾ മത്സരിച്ചെങ്കിലും ആർക്കും പിന്നെ അയാൾക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. അവിടെ രണ്ടാമത്തെ വേലുച്ചാമി മാറിക്കഴിഞ്ഞപ്പം അവിടുത്തെ ആ ഗ്രാമത്തിലെ തൂപ്പുകാരനായ മൊക്കക്കാള എന്ന് പറഞ്ഞ ഒരാളെയാണ് പ്രസിഡന്റ് ആക്കിയത്. അയാൾ ഇവര് പറയുന്ന ഒരു റബ്ബർ സ്റ്റാമ്പാണ്. അത് അയാളാണ് ഭരിക്കുന്നത്. അപ്പുറത്തെ പാപ്പപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പെരിയ കറുപ്പൻ എന്ന് പറയുന്ന ആളുടെ ഫോട്ടോയാണ് നമ്മൾ ആ വീട് കാണുന്നത്. അയാൾക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ അയാളെ ഇവരാണ് പിടിച്ചു നിർത്തിയത്. തേവർമാരാണ് ഇയാളോട് മത്സരിക്കാൻ പറഞ്ഞതൊക്കെ. പക്ഷെ മത്സരിച്ചു കഴിഞ്ഞ് ഇയാൾ ജയിച്ചു കഴിഞ്ഞ് ഇയാൾ റെസിഗ്നേഷനും കൊണ്ട് പിന്നെ കളക്ടർ എടുത്തപ്പോ കളക്ടർ പറഞ്ഞു ഒരു കാരണവശാലും റിസൈൻ ചെയ്യാൻ പറ്റൂല, നിങ്ങൾ അവിടെ പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഇയാളെ വിരട്ടിയിട്ട് ഇയാളുടെ കൂടെ ഒരു 3-4 പോലീസുകാരെ വിട്ടുകൊടുത്തു ഇയാളെ നോക്കാനായിട്ട്. അങ്ങനെ ഈ കള്ളർമാർ ഇയാളെ റിസൈൻ ചെയ്യാൻ പറയുന്നു, ഗവൺമെന്റ് റിസൈൻ ചെയ്യരുതെന്ന് പറയുന്നു. അങ്ങനെ ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ അയാൾക്ക് ഭരിക്കേണ്ടി വന്നു 5 വർഷം. ആ 5 വർഷം ഇയാൾ പോലീസ് കാവലിലാണ് ഭരിച്ചത്. അപ്പൊ അവർക്ക് താമസിക്കാനായിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പം കാണുന്ന ഒരു ഓലക്കുടിലുണ്ട്. അതിന്റെ അപ്പുറത്തൊരു ഒറ്റ മുറിയിലെ ഒരു കോൺക്രീറ്റ് വീടുണ്ട്. ആ കോൺക്രീറ്റ് മുറി ഇയാളെ നോക്കാൻ വന്ന പോലീസുകാരെ താമസിപ്പിക്കാനായിട്ട് പണം പലിശയ്ക്ക് എടുത്തുണ്ടാക്കിയതാണ്. അപ്പൊ ഇയാൾ 5 വർഷം എങ്ങനെയൊക്കെ ഈ പോലീസുകാർ പറഞ്ഞൊക്കെ വെച്ച് ഭരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഭരണം പോയി. അപ്പോഴേക്കും കള്ളർമാരെ അവിടുത്തെ ഉയർന്ന ജാതിക്കാരെ അവരുടെ ഒരു നോമിനി പോലത്തെ ഒരാളെ കൊണ്ടുവന്ന് ഭരിക്കാൻ ആയിട്ട് വെച്ചു, പ്രസിഡന്റ് ആക്കി. അതിനുശേഷം ഇയാൾക്ക് അവിടെ മത്സരിച്ചെങ്കിലും ജയിക്കാൻ പറ്റിയില്ല. പക്ഷെ അപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പോലീസുകാർക്ക് വേണ്ടിയിട്ട് വീട് കെട്ടിയിട്ടും ഇയാൾക്ക് ഈ 5 വർഷം ജോലി ചെയ്യാൻ പോകാതെ പറ്റിയിട്ടും ഇയാൾ കടക്കെണിയിലായി. അങ്ങനെ ഇയാൾ ഇപ്പൊ വലിയൊരു കടക്കെണിയിലാണ്. അപ്പൊ ഈ രണ്ടുപേരെയും ഇപ്പൊ നോക്കുന്നത് ഇവരുടെ ഭാര്യമാര് തൊഴിലുറപ്പിന് പോയിട്ടാണ്. എന്നുവെച്ചാൽ ഇയാള് പെരിയ കറുപ്പൻ സ്ട്രോക്ക് വന്ന് കിടക്കുന്നു, മറ്റേയാളോട് ആരും ഇപ്പോഴും അയാൾക്ക് ഒരു പണിയും കൊടുക്കുകയോ വേലുച്ചാമിയെ അവരുടെ ഗ്രാമത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യൂല. അപ്പൊ അങ്ങനെയുള്ള ഓരോരോ കഥകളാണ് ശരിക്കും ഈ ഇന്ത്യയുടെ പല ഭാഗത്തും. എന്നിട്ട് പോസിറ്റീവായ സ്റ്റോറികളും ഉണ്ട്. പല സ്ഥലങ്ങളിലും ദളിതരായ സ്ത്രീകള് വളരെ ശക്തരായി ഭരിക്കുന്നത് കണ്ടു. തമിഴ്നാട്ടിൽ തന്നെ നമുക്ക് 2-3 വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ തമിഴ്നാട്ടിൽ തന്നെ ഈ നാട്ടാമംഗലം എന്നുള്ള പഞ്ചായത്തിൽ ഒരു ഗണേശൻ എന്ന് പറഞ്ഞിട്ട് ഈ ഉയർന്ന ജാതിക്കാരുടെ റബ്ബർ സ്റ്റാമ്പാണ് അയാൾ ഈ മൊക്കക്കാളയും ഞാൻ കാണുകയുണ്ടായി. ഇവരെല്ലാവരും തന്നെ ഈ ഉയർന്ന ജാതിക്കാർ എന്തു പറയുന്നു അവിടെ ഒപ്പിടുക, അവർക്ക് വേണ്ടി ഭരിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ആ സംശയത്തിൽ. അപ്പൊ ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെ കുറെ ഒരു 10-40 പേര് ഞാൻ പോയി കാണുമ്പോൾ അതിന് മിക്കവാറും പേരുടെ ജീവിതം ഈ അധികാരം കിട്ടിയത് കൊണ്ട് നശിച്ചു പോകുന്ന രീതിയിലുള്ളത് നേരി കാണുമ്പോഴാണ് ഞാൻ ശരിക്കും ആലോചിക്കുന്നത്, ഇതെന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? ഈ കസേര ശരിക്കും ആരുടേതാണ്? ഇതിനിടയ്ക്ക് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിലെ സ്വാതന്ത്ര്യ സമര ദിനത്തിൽ ഇപ്പൊ കൊടിയുയർത്താൻ സമ്മതിക്കില്ല, നിലത്തിരിക്കേണ്ടി വരുന്നു. പല 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 അട്രോസിറ്റീസും സ്ത്രീകളും ദളിതരും പിന്നെ അനുഭവിക്കുന്നുണ്ട്. സ്ത്രീകളിലെ പലരെയും ഞാൻ കാണാൻ പോയിട്ട് അവരെ കാണാൻ പറ്റിയിട്ടില്ല. അവരുടെ ഭർത്താക്കന്മാരാണ് ശരിക്കും. പിന്നെ പുഷ്പ എന്ന് പറഞ്ഞിട്ടൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ പോയപ്പോൾ അവരുടെ ഭർത്താവ് മഹേന്ദ്രനെയാണ് കണ്ടത്, പുഷ്പയെ കാണാനേ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട്, ഓരോ സംസ്ഥാനത്ത് ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ തമിഴ്നാട്ടിലെ എന്നുള്ള കാഴ്ചകൾ, ഇങ്ങനെയുള്ള ഈ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാ പിന്നെ ഇന്ത്യ കാണാമെന്ന് വെച്ചിട്ടാണ് പിന്നെ ബീഹാറിലേക്കും ഉത്തർപ്രദേശിലേക്കും ഹരിയാനയിലേക്കും ഗുജറാത്തിലേക്കും പിന്നെ പശ്ചിമ ബംഗാളിലേക്കും ഒക്കെ ഈ യാത്ര ഞാൻ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തത്. അങ്ങനെ പോയി കണ്ട ഒരുപാട് കഥകൾ ഈ പുസ്തകത്തിലുണ്ട്. ആ കാണുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവുന്ന എന്തെന്ന് വെച്ചാൽ ഇനിയും അപ്പൊ ഈ പുസ്തകത്തിന്റെ അവസാനം ചാപ്റ്ററിൽ ഞാൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇവരെ കാണുമ്പോൾ ഇവര് പറയുന്നതാണ് ശരിക്കും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ്. ഞങ്ങൾ ഇപ്പോഴും എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല, കിട്ടേണ്ടത് ഇനിയും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സ്ത്രീയുടെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. സ്ത്രീകളായതുകൊണ്ട് മാത്രം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല, അംഗീകരിക്കപ്പെടുന്നില്ല. അത് കുറെ മിക്കവാറും സ്ത്രീകൾ ഇപ്പൊ ഉത്തർപ്രദേശിലൊക്കെ ആണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും ഒക്കെ സ്ത്രീകൾ പറയുന്നത് അവര് കുറച്ചു നാള് അധികാരം കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ശരിയായ ഒരു വഴിയിലല്ല പോകുന്നതെന്ന്. കുറെ പേർക്കെങ്കിലും, എല്ലാവരും അല്ല, കുറെ പേരും ബൊമ്മ തന്നെയാണ്. അപ്പം അവര് മനസ്സിലാവുന്നുണ്ടെങ്കിലും പക്ഷെ അവർക്ക് ഒരിക്കലും അതിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുരുഷ മേധാവിത്വത്തിന്റെ ജാതി ബോധത്തിന്റെ ഒരു വലിയ എന്താ പറയുന്നത് നൂറ്റാണ്ടുകളായി
നിലനിൽക്കുന്ന ഈ പുരുഷ മേധാവിത്വത്തെ എതിർത്തുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നത് വളരെ അപൂർവമാണ്. ചിലപ്പോ ഒരു ചെറിയ മാറ്റം അവരിൽ സ്വയം ഉണ്ടാവുകയോ അവരുടെ ചുറ്റുമുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യുന്നല്ലാതെ വളരെ ഒരുപാട് കേസുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവർക്ക് ശരിക്കും കിട്ടാനുള്ളതൊന്നും കിട്ടിയിട്ടില്ല. അധികാരം എന്ന് പറയുന്നത് ഇനിയും എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്നാൽ എനിക്ക് ശരിക്കും ഞാൻ ബീഹാറിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ വിചാരിച്ചിട്ട് പോയത് ഭയങ്കര മോശമായിരിക്കും എന്നാണ്. പക്ഷെ അവിടെ ഞാൻ കണ്ട പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്ത്രീകൾ എന്ന് പറയുന്നത് ഡൽഹിയിലെ ഒരു 3C എന്ന് പറയുന്ന ഒരു പഹൽ എന്ന് പറയുന്ന ഒരു സംഘടന വന്നിട്ട് പരിശീലനം കൊടുത്ത കുറെ സ്ത്രീ പഞ്ചായത്ത് മെമ്പർമാരെയും പ്രസിഡന്റുമാരെയുമാണ്. അവര് ഭയങ്കര ശക്തരായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് MLA-മാരാകണം, ഞങ്ങൾക്ക് MP-മാരാകണം, ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വരണം, ഞങ്ങളാണ് ഈ ഗ്രാമത്തിലെ ബാക്കി പുരുഷന്മാർക്കും കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന്. അപ്പൊ ശരിയാ, അപ്പൊ അവര് ആ കണ്ട സ്ത്രീകളൊന്നും തന്നെ അക്ഷരാഭ്യാസം ഉള്ളവരൊന്നും അല്ല. അവർക്ക് ഇതില്ല, എന്താണ്, ഒപ്പിടാനും അല്ലെങ്കിൽ കൈകൊണ്ട് ഇത് പിടിക്കാനൊക്കെ മാത്രമേ അറിയുള്ളൂ. അപ്പൊ പക്ഷെ അവരെ ഈ പഹൽ എന്നുള്ള സംഘടന അവർക്ക് ചിത്രങ്ങൾ വഴിയൊക്കെയാണ് അവരെ പരിശീലിപ്പിച്ചത്. ഇപ്പൊ ഒരു അംഗൻവാടിയിൽ എന്താണ് പ്രവർത്തിക്കേണ്ടത്, ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അവർക്ക് എഴുതി കൊടുത്താൽ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരൊരു ചിത്രപുസ്തകം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാണ് ഒരു മുറിവോടുകൂടി ചെല്ലുന്ന ആൾക്ക് അവിടെ പഞ്ഞി വേണം, അവിടെ കെട്ടാനുള്ള ഹോസ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഈ ചിത്രപുസ്തകത്തിൽ കൂടെ പഠിപ്പിച്ചിട്ടാണ് ഈ പഞ്ചായത്തില് ആ പഞ്ചായത്ത് അംഗങ്ങളെ പരിശീലിപ്പിച്ചത്. അപ്പൊ ഇത്തരം ഒരു പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കുറെ വ്യത്യാസം വരും എന്നാണ് എൻ്റെ ഒരു ബീഹാറിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത്. കാര്യം എന്ന് വെച്ചാൽ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകള് അവര് വളരെ സന്തോഷത്തിലാണ് ശരിക്കും പറഞ്ഞത്. അവര് പറയും, ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഇങ്ങനെ ഒരു അധികാരം വീട്ടിന് പുറത്തു പോകാൻ കിട്ടിയതെന്ന്. അത് പശ്ചിമ ബംഗാളിലും അത് തന്നെയാണ് അനുഭവം ഉണ്ടായത്. അവര് പറയുന്നത് പശ്ചിമ ബംഗാളിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ബാക്കി സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഞാൻ കണ്ടതാണ് ഞാൻ ഈ പറയുന്നത്, അവിടെ ജാതിയുടേതായ ഒരു വിവേചനം കുറവാണ് എന്നാണ് ഞാൻ കണ്ടവരൊക്കെ പറഞ്ഞത്. ഞാൻ അവിടുത്തെ സാന്താൾ ഗ്രാമങ്ങളില് ശാന്തിനികേതന് ചുറ്റുമുള്ള സാന്താൾ ഗ്രാമങ്ങളിലൊക്കെ പോയി കുറെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ കണ്ടു, സ്ത്രീകളെയും പുരുഷന്മാരെയും. പക്ഷെ അവരെല്ലാം പറയുന്നത് അവര് വളരെ, എനിക്ക് തോന്നിയത് വളരെ ജാതിയുടേതായ ലിമിറ്റേഷൻസ് കുറച്ച് ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് അവിടെ കുറവാണ്. അത് ഒരുപാട് നാൾ നീണ്ടു നിന്ന ഒരു ലെഫ്റ്റ് ഭരണത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ് അവിടുത്തെ BJP പ്രവർത്തകരായ ആൾക്കാർ പോലും പറയുന്നതും. അതുപോലെ തന്നെ മമതാ ബാനർജിയുടെ അവരും പറയുന്നുണ്ട്, തൃണമൂൽ കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട്, ഇവിടത്തെ ഒരു ഇതിനകത്ത് നിങ്ങൾക്ക് ജാതി എന്ന് പറയുന്നത് വളരെ കുറവാണ്, പക്ഷെ സ്ത്രീകളെയും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ ഒരു ബംഗാൾ അനുഭവം എന്നെ പഠിപ്പിച്ചത്. പിന്നെ ഗുജറാത്തിലെ ഒരു വളരെ ഞാൻ ഗുജറാത്തിൽ കണ്ടതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയിൽ കണ്ടാൽ പോലും വിശ്വസിക്കാത്ത രീതിയിലുള്ള അനുഭവമാണ്. അതായത് നേരിട്ട് നമ്മള് പോയി കണ്ട ഒരു മുസ്ലിം ഘട്ടോ പോലത്തെ ഒരു സ്ഥലത്തെ കുറിച്ച് ചോദിക്കുമ്പം അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് അങ്ങനെ ആ ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞ അങ്ങനെ ഒരു സ്ഥലം എന്റെ പഞ്ചായത്തിൽ ഇല്ല എന്നാണ്. അവിടെ എന്താ വെള്ളവും വെളിച്ചവും കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അറിയത്ത് പോലും ഇല്ല അങ്ങനെ ഒരു ഘട്ടോ അവിടെ ഉണ്ട് എന്ന്. അവരാണ് എന്നോട് ചോദിച്ചത് അവരുടെ പഞ്ചായത്തിലെ ഏറ്റവും ഞാൻ അവരോട് ചോദിച്ച ഏറ്റവും അഭിമാനകരമായ നിങ്ങളുടെ മുഹൂർത്തം എന്താണ് ജീവിതത്തിൽ എന്ന് ചോദിക്കുമ്പം ആ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതൊക്കെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, നേരുബേൻ പട്ടേൽ എന്നാണ് അവരുടെ പേര്. അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പഞ്ചായത്തിലെ അമ്പലത്തില് ഒരു സ്ത്രീ, ദളിത് സ്ത്രീ ഈ ശിവരാത്രിക്ക് തൊഴാൻ വന്നു, അവരെ അടിച്ച് പുറത്തിറക്കിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തം. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്നത്, നിങ്ങളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ? അപ്പോഴവരെന്നോട് പറഞ്ഞതാണ്, ദളിതോ ജൂത്ത ജൈസ ഹേന സിർമേ കൈസ പഹനേക എന്ന്. ചെരുപ്പ് പോലെ ഇരിക്കുന്ന ദളിതനെ എങ്ങനെയാണ് എടുത്ത് തലയിൽ വെക്കാൻ പറ്റുമോ, ചെരുപ്പെടുത്ത് അതുപോലെയാണ് എന്ന്. അപ്പം എന്നിട്ട് ഞാൻ ആ സ്ത്രീയെ, ആ പെൺകുട്ടിയെ കാണാനായിട്ട് ഞാൻ പോയി അമ്പലത്തിൽ വന്നത്. പക്ഷെ അവള് വളരെ ധൈര്യത്തോടു കൂടി തന്നെയാണ് ഇവരുടെ ഈ ജാതി വ്യവസ്ഥക്കെതിരെ നിൽക്കും എന്നുള്ള രീതിയിലാണ് അവള് എന്നോട് പറഞ്ഞത്. പക്ഷെ ആരും തന്നെ അവളെ സപ്പോർട്ട് ചെയ്യാനില്ല ആ ഗ്രാമത്തില്. എല്ലാവരും ഇവരെ പേടിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല പല കാഴ്ചകളാണ് എൻ്റെ ഈ പുസ്തകത്തിലുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എൻ്റെ അനുഭവത്തിൽ ഞാൻ സാധാരണ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. നേരത്തെ തന്നെ ഒറ്റയ്ക്കും അല്ലാതെ കൂട്ടായും ഒക്കെ ഇന്ത്യയുടെ പല കാഴ്ചകളൊക്കെ
എന്താ പറയുന്നത്, നമ്മുടെ എക്സോട്ടിക് എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പം എന്താണ് രാജസ്ഥാനിലെ പോയിട്ട് അവിടുത്തെ ജയ്പൂർ പാലസും അതും ഇതൊക്കെ കാണുക, അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോയി ചാർമിനാർ കാണുക, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഒരുപാട് കണ്ടു കഴിയുമ്പോഴാണ് എനിക്കൊരു തോന്നൽ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിലുള്ള ഇന്ത്യ എവിടെയാണ് എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രാമങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് ഈ രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത്. രാഷ്ട്രീയ അധികാരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേരളത്തെ കുറിച്ച് പറഞ്ഞാൽ പോലും കേരളത്തില് നമ്മൾക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 30 വർഷമായി നമ്മൾ പഞ്ചായത്ത് 50% ഒക്കെ സംവരണം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ രാഷ്ട്രീയത്തിന്റെ നേതൃനിരകളിലേക്കൊക്കെ ഇനിയും എത്താനുള്ള സ്ത്രീകൾ എത്താനുള്ളത് ആ ശരിയായ പ്രൊപ്പോർഷനിൽ എത്തിയിട്ടുണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഹയർ പോസ്റ്റുകളില്, അതുപോലെ തന്നെ MLA-മാരുടെയും MP-മാരുടെയും കണക്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ നേതൃനിരയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ പോലും ഇനിയും വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയ അധികാരമാണ് യഥാർത്ഥത്തിൽ ഒരു വിഭാഗത്തെ, ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിലും ദളിതർക്കാണെന്നുണ്ടെങ്കിലും അവരെ തുല്യതയിലേക്ക് എത്തിക്കണമെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ രാഷ്ട്രീയ അധികാരം തന്നെയാണ് വലിയ കാര്യം. അധികാരം എന്നുള്ളത്, ഒരു മിനിറ്റ് ഞാനിപ്പോ വരാം. സോറി, ഒരാൾ കോളിംഗ് ബെൽ അടിച്ചിട്ടാണ്. രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഒരു രാജ്യത്തിന് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ എല്ലാ വിഭാഗങ്ങളിലോടും നീതി പുലർത്താൻ പറ്റുന്ന എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. നമുക്ക് ഭരണഘടനയെ കുറിച്ച് ഇപ്പം ഗാന്ധിജിയുടെ സ്വപ്നം, ഗ്രാമസ്വരാജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യത്തിൽ നമ്മൾ പറയാനുണ്ട്, പഠിക്കാനുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു വേണ്ടി പഠിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചുവട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്ലഡ് ഗേറ്റ് എന്ന് പറയുന്ന പോലെ തുറന്നു വിടുന്ന പോലെയാണ് അധികാരം പഞ്ചായത്ത് രാജില് നമ്മൾ കൊടുത്തത്. പക്ഷെ അത് തിരിച്ചൊരിക്കലും ഒരു പിന്നോട്ട് പോയിട്ട് പഴയ കണ്ടീഷനിലോട്ടൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഒരുപാട് ചുവടുകൾ ഇനിയും മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ അധികാരം എന്ന് പറയുന്നത് നമ്മളിപ്പോ അറിയാം, ഒരു വണ്ടിയിൽ 4 വീലുണ്ടെങ്കിൽ ആ 4 വീലും ഒരുപോലെ ആണെങ്കിൽ മാത്രമേ വണ്ടി ശരിക്കും പോവുള്ളൂ. നമ്മളുടെ ഇവിടുത്തെ എങ്ങനെയെന്ന് വെച്ചാല് ഇതിനകത്ത് പുരുഷൻ എന്ന് പറയുന്നത് ആ വീല് വളരെ വലുതും സ്ത്രീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരെന്ന് പറയുന്നത് ചെറിയ വീലുമായിട്ടാണ് ഇപ്പോഴും ഈ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ യാത്രയില് ഇനിയും നമ്മൾ ഒരുപാട് ശ്രമിച്ച് നമ്മുടെ ഗ്രാമങ്ങളില് വളരെ ശ്രമകരമായി, എനിക്ക് അറിഞ്ഞൂടെ എത്ര നൂറ്റാണ്ട് എടുക്കുന്ന പോലും പലപ്പോഴും എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ സ്ത്രീകളോടൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ട് സ്ത്രീകളോട് ഇലക്ഷൻ കാലത്തൊക്കെ ചോദിക്കും, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യണമെന്ന് വെച്ചാല് വോ കരേഗ വോ ബോലേഗ ഹം കരേഗ എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തോന്നൽ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ജോലി ചെയ്യാനുണ്ട് നമുക്കിടയിൽ പോലും, കേരളത്തിൽ പോലും. അതാണ് എനിക്ക് ഈ ഒരു ആമുഖമായിട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ ഇങ്ങനെ ദൂരെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ ബോറടിക്കുന്നുണ്ട്. എനിക്ക് തോന്നി ഇനി ഇതൊരു ഇന്ററാക്ഷൻ ആയിട്ട് പോവുകയാണെങ്കിൽ രസകരമായിരിക്കും തോന്നുന്നു. ഹസീന. ഓക്കെ, താങ്ക് യു. സുജാ ചേച്ചി. അപ്പോ ഏതായാലും ബീന ചേച്ചി ഒരുപാട് കാര്യങ്ങൾ ഗ്രാമത്തിന്റെ ഇന്നത്തെ അവസ്ഥ, അവര് സഞ്ചരിച്ചപ്പോ ഉണ്ടായ അനുഭവങ്ങള് ഒക്കെ പങ്കുവെക്കപ്പെടുകയുണ്ടായി. അതുപോലെ കേരളത്തിൽ ഇപ്പോഴത്തുള്ള ഒരു ഇതിലൊന്നും നമ്മൾ ആരും തൃപ്തരല്ല. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എവിടെയോ അത്ര ഒരു പാരമ്പര്യമുള്ള നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയെന്ന് ഞാനും വിചാരിക്കുന്നില്ല. അപ്പൊ ഇതില് കൂടുതൽ നിങ്ങളുടെ ചർച്ചകളിലൂടെയാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അപ്പൊ ഹാൻഡ് റൈസ് ചെയ്ത് നമുക്ക് ഒരാളെ വിളിക്കാം. ഇത് 2 ആള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അഡ്വക്കേറ്റ് ഷൺമു, സിന്ധു TP. അപ്പോ ആദ്യം അഡ്വക്കേറ്റ് ഷൺമു നേരത്തെ ഹാൻഡ് റൈസ് ചെയ്ത് അറിയാതെ ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പൊ സംസാരിക്കാം, അല്ലെങ്കിൽ സിന്ധു. ഷൺമു സംസാരിക്കണ്ടോ? എനിക്ക് തോന്നുന്നു അത് അറിയാതെ കൈ ആയതാണെന്നാണ് എന്റെ നേരത്തെ തൊട്ടേ ഉണ്ട്. അപ്പൊ സിന്ധു സംസാരിച്ചോളൂ. ഫോണിലാണെന്ന് തോന്നുന്നു.
ഹലോ സിന്ധു സംസാരിച്ചോളൂ. സിന്ധു. അതെ അതെ, ഞാൻ നോയിഡയിലാണ് താമസിക്കുന്നത്. ഇപ്പൊ യാത്ര ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഞാനും ഒരുപാട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ്, ഒറ്റക്കായാലും അതുപോലെ തന്നെ കൂട്ടത്തോട് കൂടിയിട്ടൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോ ഈ യാത്രയെ പറ്റി പറഞ്ഞ സമയത്ത് ഈ 10 വർഷം മുന്നേ യാത്ര ചെയ്യുമ്പോ ഈ എഴുത്തുകാരി ആയതുകൊണ്ട് എഴുതണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടാവും. എന്നാൽ പോലും അത് ചിന്തിച്ചിട്ട് തന്നെയാണോ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? അല്ല, ഈ പുസ്തകം എഴുതാൻ തീരുമാനിച്ചു തന്നെയാണ് ഞാൻ യാത്ര ചെയ്തത്. അതിനു മുമ്പുള്ള യാത്രകൾ അങ്ങനെയല്ല, അതിനുശേഷവും ഇതിനിടയ്ക്ക് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട് ഒരു കൃത്യമായ ഒരു ചോദ്യാവലി തയ്യാറാക്കി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ സ്ത്രീകളെയും ദളിതരെയും കാണാനുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി അവിടുത്തെ പത്രപ്രവർത്തകരായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ. എന്നുവെച്ചാൽ ഇതിനകത്ത് എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഭാഷയായിരുന്നു. ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് ഇപ്പൊ മധുരയിലെയോ അല്ലെങ്കിൽ പിന്നെ തിരുവള്ളൂരിലെയോ അല്ലെങ്കിൽ കാഞ്ചീപുരത്തോ ഒരു സ്ഥലത്ത് പോയിട്ട് സംസാരിക്കുമ്പോൾ ആ തമിഴ് എനിക്ക് ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റില്ല. അത് അവരുടേതായ പ്രത്യേകതയുള്ള തമിഴായിരിക്കും. അപ്പൊ ഇംഗ്ലീഷ് അറിയുന്ന ഒരാള് എന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ സംസ്ഥാനങ്ങളിലെല്ലാം യാത്ര ചെയ്ത് ചുമ്മാ യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ ഇവർ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാവണം, സത്യസന്ധമായിരിക്കണമല്ലോ. അങ്ങനെ തമിഴ്നാട്ടിൽ എനിക്ക് BBC കറസ്പോണ്ടന്റ് ആയ മെയ് അമ്മ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഗുജറാത്തിലും അതുപോലെ പിന്നെ ജേർണലിസ്റ്റുകളായ ആൾക്കാർ, ഡൽഹിയിലൊക്കെ എല്ലായിടത്തും അതെ. അപ്പൊ ഈ ഭാഷ മനസ്സിലാക്കുക എന്നുള്ളൊരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. നമ്മൾ മലയാളം, നിങ്ങൾക്കിപ്പോ ഹിന്ദി അറിഞ്ഞുകൊണ്ട് തന്നെയാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് ഉള്ളിലൊക്കെ പോയിട്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണേണ്ടത് വളരെ റൂറൽ ഏരിയയിലുള്ള ആൾക്കാരെയാണ്. അപ്പൊ അവര് പറയുന്നത് കൃത്യമായി മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് എന്നത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് യാത്ര ചെയ്തത്. താങ്ക് യു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, ശരിക്കും ഞാൻ ജേർണലിസം പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ഡെവലപ്മെന്റൽ ജേർണലിസം എന്ന് പറഞ്ഞ വികസന മുഖ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ശരിക്കും അന്നൊക്കെ അതൊക്കെ വളരെ സീരിയസ് ആയി ഞങ്ങൾ പഠിച്ച് പത്രപ്രവർത്തനത്തിൽ രംഗത്ത് വന്ന ഒരു തലമുറയാണ് നമ്മള്. അതിനെ ഇന്നത് വളരെ അപ്രസക്തമായി കഴിഞ്ഞ ഒരു ഇതാണ്. ഇപ്പൊ അത് പഠിപ്പിക്കുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഇപ്പൊ ശരിക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ടെന്നുള്ള, അല്ലെങ്കിൽ നമ്മള് നാട്ടിലുള്ള ഭൂരിപക്ഷം, നമുക്കറിയാം ഒരു 95% വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ നാടും നമ്മളുടെ സിസ്റ്റവും ഉള്ളത്. ഏറ്റവും മുകളിൽ നിൽക്കുന്ന കുറെ പണക്കാര്, കുറെ പിന്നെ സെലിബ്രിറ്റീസ്, പിന്നെ അവരുടെ ഫാഷൻ, അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ അറിയാലോ. ഇപ്പം നിർമ്മല സീതാരാമൻ പിന്നെ ബജറ്റ് അവതരിപ്പിക്കുമ്പം അവര് ഉടുത്തിരുന്ന സാരിയാണ് നമ്മുടെ മീഡിയ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ വനിതാ ദിനത്തില് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം കൊടുത്തിരിക്കുന്നത് അവിടെ പ്രധാനപ്പെട്ട മലയാളത്തിലെ കുറച്ച് എഴുത്തുകാരികളുടെ ഫാഷൻ ഷോയാണ് പിന്നെ മെയിൻ ഇതായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തരത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ സാധാരണ മനുഷ്യരിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഒരു മാധ്യമ കാലത്തിൽ കൂടിയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അവിടെ എൻ്റെ ഈ പുസ്തകത്തിന് എങ്ങനെയാണ് അത് പ്രസക്തി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിൽ പോലും ഇപ്പം എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ, ഇപ്പം തിരുവനന്തപുരത്തെ ജേർണലിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർ ഈ വിഷയം ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കണമെന്നും ഇത് ജേർണലിസം കുട്ടികൾക്ക് ഈ യാത്രയുടെ ഇത് മനസ്സിലാക്കണം വെച്ചിട്ട് അവർ 12-ാം തീയതി വിളിച്ചിട്ടുണ്ട്. സോഷ്യോളജി കാര്യവട്ടത്തെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇങ്ങോട്ട് കുട്ടികൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വിഷയം ഈ യാത്രയെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കണം. എന്താണ് സോഷ്യൽ ആസ്പെക്ട് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ നിലനിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം എനിക്ക് പുതിയ തലമുറ ഇത്തരം കാര്യങ്ങളെ കുറച്ചുകൂടി സീരിയസ് ആയി അറ്റ്ലീസ്റ്റ് അക്കാഡമിക് രംഗത്തുള്ള കുട്ടികളെങ്കിലും കാണുന്നു എന്നൊരു പ്രതീക്ഷ എനിക്കിപ്പോ വന്നിട്ടുണ്ട് ഈ പുസ്തകം വന്നതിന് ശേഷം. ഈ ബുക്കിൽ ആദ്യം കാണിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മുടെ അതിൽ അവസാനം ടെലിഗ്രാഫിന്റെ എഡിറ്റർ രാജഗോപാൽ സംസാരിക്കുന്നുണ്ടല്ലോ. ഇതൊരു ഹയർ എൻഡ് ഓഫ് ജേർണലിസം ആണ്, ഔട്ട്സ്റ്റാൻഡിങ് ജേർണലിസം ആണെന്നൊക്കെ പറയുന്നത് ടെലഗ്രാഫ് പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്ന കൽക്കട്ടയിൽ. ഇപ്പൊ പുള്ളി അതിനകത്ത് നിന്ന് റിസൈൻ ചെയ്തു. രാജഗോപാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദിയിലേക്കും ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ഈ പുസ്തകം ഇപ്പൊ. താങ്ക് യു. അടുത്തത് ജയ് സോമനാഥൻ ജി ഹെൻറി ചെയ്തിട്ടുണ്ട്. ഓക്കെ. നല്ല
ഞാൻ മിനിഞ്ഞാന്നാണ് ഈ പുസ്തകം ദേശാഭിമാനിയിൽ നിന്ന് വായിച്ചത്. അതിന് നിമിത്തമായത് ജനസംസ്കൃത ഈ പരിപാടിയാണ്. നല്ല തുടക്കമാണ്. അതിൽ കേരളത്തെ പറ്റി തന്നെ നല്ലൊരു എടി രാധേ നീ എണീറ്റ് വാടി കുറച്ച് സമ്മാനം കൊടുത്തിട്ട് പോ എന്ന് പറയുന്ന ആ ഒരു കേരളത്തിന്റെ ചിത്രം എന്നാണ് തുടക്കം. എന്തായാലും ശരി. അതിനുശേഷം ഐസ്ബർഗിന്റെ എനിക്ക് മൊത്തത്തിൽ ഇന്ത്യയിലെ ഒരു 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 എന്താ പറയാ ഒരു ഐസ്ബർഗിന്റെ ഒരു മുകൾ ഭാഗമാണ് ശ്രീമതി ബീനയുടെ ഈ പുസ്തകത്തിൽ ഉള്ളത്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. വീണ്ടും 10 വർഷത്തിന് ശേഷം പോയത് വളരെ പ്രധാനമാണ്. നിരക്ഷരത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് കുറച്ചും കൂടി, കാരണം 10-30 കോടി ആളുകൾ ഇപ്പോഴും നിരക്ഷരരാണ്. പിന്നെ അത് അവഗണിക്കുന്ന ഒരു ഏരിയയാണ് ശ്രീമതി ബീന. കാരണം ഇത് അത്ര പ്രധാനമാണെന്ന് കരുതുന്നില്ല. ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ അവസ്ഥ ഭരണകൂടം അവഗണിക്കുന്നുണ്ട്. ഇന്ത്യയിലെ നല്ലൊരു ഭാഗം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവഗണിക്കുന്നുണ്ട്. അത് ഒന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരിക്കുകയാണ്. അത് അഭിനന്ദനാർഹമാണ്. ശരിക്കും ഇന്ത്യയിലാണിത് വേണ്ടത്. ഇന്ത്യയിൽ വരുന്നുണ്ടെന്ന് കണ്ടു. ഇതില് പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ ഒരുപാട് നല്ല അനുഭവങ്ങൾ. പ്രേമവിവാഹങ്ങളെ കുറിച്ചിട്ട് കാപ്പ് പഞ്ചായത്തിൽ പോയപ്പോ ശകുന്തള എന്റെ ഓർമ്മ അവർ പറയുന്നുണ്ടല്ലോ, എന്റെ പേരക്കുട്ടി എന്താ അവകാശം, എന്റെ പേരക്കുട്ടിയാണ് ഈ ഇരിക്കുന്നത്, എന്റെ മകളുടെ മകനാണ്. ഇവൻ നാളെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിച്ചാൽ ആദ്യം എതിർക്കുന്നത് ഞാനാവും. അവന്റെ അച്ഛനും അമ്മയും എതിർക്കും. അതിനുവേണ്ടി ഇവനെ കൊന്നു കളയണമെങ്കിൽ ഞാൻ അതിനും തയ്യാറാവും. അതാണ് ഇന്ത്യയിലൊരു അവസ്ഥ. അത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇന്ത്യയിലെ നൂറ്റാണ്ടുകളായിട്ടുള്ള രൂഢമൂലമായ ജാതി വ്യവസ്ഥയുടെ ഒരു ഉൽപ്പന്നമാണ്. എന്തായാലും ശ്രീമതി ബീനയുടെ ബുക്ക് വളരെ നല്ല ബുക്കാണ്. അത് ആളുകൾ വായിക്കേണ്ടതാണ്. അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു. അടുത്തത് ശശികുമാർ. അല്ല, എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ബിന്ദു ചേച്ചി വായിച്ചിട്ടുണ്ടാവാം. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിലുള്ള ഒരു ന്യൂസാണ്. ഛത്തീസ്ഗഡില് വുമൺ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തു. പക്ഷെ സത്യപ്രതിജ്ഞ ചെയ്ത് മുഴുവൻ ഭർത്താക്കന്മാരാണ്. അത് മധ്യപ്രദേശിൽ ഉണ്ടായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിന്ദു ചേച്ചിന് മുമ്പുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ പ്രൊവോക്ക് ചെയ്യാൻ പറയാണ്. ഞാൻ പറയുന്നത് എന്തെല്ലാം പറഞ്ഞാലും ഇപ്പോഴും കേരളം അല്ലല്ലോ നമ്മുടെ ഇന്ത്യ. ഇപ്പോഴും ആ ഒരു സംഭവം മെയിൽ ഷോവനിസ്റ്റ് എന്നുള്ള സ്വഭാവം അത് മാറേണ്ടത് ആണുങ്ങളാണ് എന്നുള്ളത് ഒരു പുരുഷനായ ഞാൻ പറയുകയാണ്. അപ്പോ ഇപ്പോഴും ഇത്രയൊക്കെ പറഞ്ഞിട്ടും എഴുതിയിട്ടും അതിൽ മാറ്റം വന്നിട്ടില്ല. ഇന്നത്തെ ന്യൂസാണ് പറയുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുത്ത ആണുങ്ങള് സ്വീകരിക്കുന്നത്. അപ്പൊ ഈ യാത്രയിൽ അവിടേക്ക് ട്രെയിനിങ്ങിന് ചെല്ലുന്ന പോലും പുരുഷന്മാരാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ട്രെയിനിങ് സെന്ററിൽ ഉത്തർപ്രദേശിലെ ഡാബ സമർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ അവര് പറയുന്നത് അവിടെ ട്രെയിനിങ് പരിശീലനം കേരളത്തിൽ ഇപ്പൊ കീല എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടല്ലോ, അവിടെ കൊടുക്കുമ്പോൾ എല്ലാവരും സ്ത്രീകളല്ലേ ചെല്ലുന്നത്. പക്ഷെ ഈ ഉത്തർപ്രദേശിലൊക്കെ പുരുഷന്മാരാണ് ചെല്ലുന്നത്. അവരുടെ ഭർത്താവോ മകനോ ആയിരിക്കും ചെല്ലുന്നതെന്ന് ട്രെയിനിങ്ങിന്. അതെല്ലാം ഞാനത് എഴുതിയിട്ടുണ്ട്. അതന്നെ പറഞ്ഞു. ഇത്രയൊക്കെ നിങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഈ സംഭവത്തില് മുമ്പ് എഴുതിയ സംഭവത്തിൽ നിന്ന് ഗുജറാത്തിലൊക്കെ പോയ അനുഭവം ചേച്ചി പറഞ്ഞിട്ടുള്ള എനിക്കറിയാം. ഇപ്പൊ ഈ കസേര എപ്പോഴും കുറെ സ്ഥലങ്ങളിലെങ്കിലും ആണുങ്ങളുടേത് മാത്രമാണ് എന്നുള്ള ദുര്യോഗം ഈ MCP ഒരു മെയിൽ ഷോവനിസ്റ്റ് സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇന്നത്തെ ഈ മഹിളാ ദിനം ആചരിക്കുമ്പോ അതില് ഞാൻ പറയുന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം സ്ത്രീകൾക്കാണ്. സ്ത്രീകൾ ഒരിക്കലും അല്ലെങ്കിൽ പലപ്പോഴും അവരുടെ റൈറ്റ്സ് മനസ്സിലാക്കുന്നില്ല, അവരുടെ ഇതിനു വേണ്ടി പെരുമാറുന്നില്ല എന്നുള്ള ഒരു വിമർശനം ഞാൻ ഉന്നയിക്കുകയാണ്. അല്ല, അത് ശശി, അതിനകത്തുള്ളൊരു പ്രശ്നം എന്തെന്നറിയോ? ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാലല്ലേ അവർക്ക് മനസ്സിലാവൂ. എവിടെയാണ് ഇപ്പൊ ഞാൻ കണ്ട സ്ത്രീകളിൽ മിക്കവാറും പേര് പല സ്ഥലങ്ങളിലും നിരക്ഷരരാണ്. അവർക്ക് അക്ഷരം എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യമില്ല. പിന്നെ വളരെ രൂഢമൂലമായിട്ട് ഇപ്പൊ എന്തൊക്കെ ശശി പറഞ്ഞാലും ഞാൻ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ തന്നെ അനുഭവിക്കുന്ന ഒരു സാധനമുണ്ട്. ഒരു പുരുഷൻ ഒരു കാര്യം ചെയ്യുമ്പോൾ എത്രയോ എളുപ്പമാണ് അംഗീകാരം കിട്ടാന്, അല്ലെങ്കിൽ പുരുഷന്റെ ഇതിനെ വാഴ്ത്തിപ്പാടാനുള്ള ഒരു ത്വരയുള്ള ഒരു സമൂഹമാണ് എല്ലാം പുരുഷൻ എന്ന് പറയുന്നതാണെന്ന്. ഇതിനകത്ത് തന്നെ എത്രയോ കഥകളുണ്ട്. ഞാൻ ഉപയോഗിക്കാത്ത കഥകൾ പോലും ഉണ്ട്. കുറെ ഏതാണ് ഞാൻ കണ്ട പകുതി പേരുടെ മാത്രമേ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ, ഏറ്റവും റെപ്പിറ്റീഷൻ വരാതിരിക്കാൻ. പക്ഷെ മിക്ക ഇടത്തും അവർക്ക് ഒരിക്കലും മിണ്ടാൻ പോലും പറ്റില്ല.
അത് ഒരു പുരുഷനായി നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കിപ്പോ ഞാൻ ഏതാണ്ട് ഒരു 45 വർഷം എന്റെ പുസ്തകം, ആദ്യത്തെ പുസ്തകം വന്നിട്ട് ഈ 45 വർഷം കടന്നുപോയ എന്റെ എഴുത്ത് പത്രപ്രവർത്തന ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന അതാണ്. ഞാനൊരു കാര്യം ചെയ്താൽ എനിക്ക് അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ ഞാൻ 10 ഇരട്ടി സ്ട്രെയിൻ എടുക്കേണ്ടി വരികയാണ് ഇപ്പോഴും ഞാൻ ഈ പുസ്തകത്തിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ ആലോചിക്കും. ഇതൊരു പുരുഷനാണ് ചെയ്താൽ ഭയങ്കര എളുപ്പം, അവർക്ക് അവരുടേതായ ഒരു ലോകത്ത് ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ പത്രപ്രവർത്തന രംഗത്ത് ഇങ്ങനെ ഒരു വർക്ക് ഞാൻ ചെയ്താൽ പോലും അവരുടേതായ വലിയ ഒരു പത്രപ്രവർത്തകയാണ് എന്നൊന്നും അവരൊരിക്കലും എന്നെ അംഗീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അവരുടേതായ ഒരു വേറൊരു ലോകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മാധ്യമ ലോകം എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് ഞാൻ എന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി എനിക്ക് ചെയ്യാമെന്നല്ലാതെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും വളരെ അപൂർവം പുരുഷ പത്രപ്രവർത്തകർ മാത്രമാണ് തയ്യാറാവുന്നത്. അവർ ഈ പുസ്തകത്തെ മൈൻഡ് ചെയ്യാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ എന്താണ് വിഷയം? ഞങ്ങൾക്ക് വേറെ ഞങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നത് പ്രസന്റിലെ കാര്യങ്ങളാണ്. നമ്മൾ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നത് എപ്പോഴും നമ്മുടെ കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ വരാനിരിക്കുന്ന കുറെ സങ്കല്പങ്ങളാണ്. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്ന, റിയാലിറ്റി എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ എന്തൊക്കെ ആര് പറഞ്ഞാലും ഒരു സ്ത്രീ എന്നുള്ള ജീവിതം മാധ്യമപ്രവർത്തക നിലയിൽ, എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക്, ഒരു കേന്ദ്ര ഗവൺമെന്റിലെ സീനിയർ ഓഫീസർ എന്നുള്ള നിലയ്ക്ക്, പല തലത്തിൽ ജീവിച്ച ഒരാളെന്ന നിലയ്ക്ക് ഒരുപാട് പടി ഇനി പോകണം എന്നുണ്ട്. പക്ഷേ അതെവിടെ നടക്കും, അതെവിടെയാണ് ശരിയാവുന്നതെന്നും എനിക്ക് പ്രതീക്ഷയുണ്ട്. കാര്യം വെച്ചാൽ പുതിയ പെൺകുട്ടികൾ ഒരിക്കൽ പോലും ഞങ്ങളുടെ ജനറേഷൻ കടന്നു വന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കടന്നു പോകുന്ന ജനറേഷന്റെ ഇതോടുകൂടി ആയിരിക്കില്ല. ഈ ജെൻ ആൽഫ എന്നൊക്കെ പറയുന്ന 2000-നൊക്കെ ശേഷമുള്ള കുട്ടികളുടെ ജനറേഷൻ വരുമ്പം എനിക്ക് തോന്നുന്നു ഇതെല്ലാം തന്നെ മാറും. രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ, കുറെ നാൾ കൂടി ഇപ്പോഴത്തെ ഈ സിസ്റ്റം നിലനിൽക്കുമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും സമൂഹത്തിന് മാറ്റം വരുത്താനായിട്ട്, ഇപ്പൊ നമുക്കറിയാം പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നില്ല. കേരളത്തിൽ നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ എത്രയോ കുട്ടികൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. അവരുടെ ജീവിതം അടിയറവ് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഈ വരുന്ന തലമുറയാണ് ശരിക്കും മാറ്റത്തിന് കാരണമാകുന്നത് എന്ന് എനിക്ക്, നമ്മുടെ മക്കളും അല്ല, അതിന്റെ അടുത്ത് വരുന്ന ചെറിയ കുട്ടികളുടെ ജനറേഷൻ ഇത് മാറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ അതിനുവേണ്ടി നമ്മൾക്ക് ഈ രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ചും രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകൾ വരേണ്ടതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കാം. രാഷ്ട്രീയത്തിൽ വരുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ പോലും എത്രമാത്രം സ്വാതന്ത്ര്യമാണ് അവിടെ ഇപ്പോഴും ഇല്ലാത്തത് എന്ന്. ഇപ്പൊ ഇതിനകത്തുള്ള തുടക്കത്തിലെ കഥ ശരിക്കും കേരളത്തിൽ നടന്ന കഥയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ശരിക്കും ഈ വർക്ക് തുടങ്ങാൻ തന്നെ കാര്യം ആ ഒരു അനുഭവമാണ്. അങ്ങനെ ഒരുപാട്, ഞാൻ കഴിഞ്ഞ 10-15 വർഷമായി കേരളത്തിലെ പഞ്ചായത്തുകളിൽ മാത്രം ജോലി ചെയ്ത ആളാണ്. കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ മിക്കവാറും ജില്ലകളിലെ എല്ലാ പഞ്ചായത്തുകളിലും കയറി ഇറങ്ങി നടന്ന അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അവിടുത്തെ പഞ്ചായത്ത് സംവിധാനവും താഴെ അടിസ്ഥാന മേഖലയിൽ എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള നേരിട്ട് കണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഞാൻ പറയുന്നത് ഒരു വായിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞിട്ടോ അല്ല. അതിൽ ഓരോരോ കഥകൾ, കേരളത്തിലെ പഞ്ചായത്തുകളിലെ സ്ത്രീ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അവരുടെ സ്ത്രീ മെമ്പർമാരുടെയും കഥകൾ എഴുതാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയാനാണെന്നുണ്ടെങ്കിൽ, എനിക്ക് പ്രത്യേകിച്ചൊരിത് പറയാൻ പറ്റും. എത്രമാത്രം പാട്രിയാർക്കൽ ഒരു സിസ്റ്റത്തിലാണ് അവരും ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അവര് കുറെ മിടുക്കരായതുകൊണ്ട്, വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടും, നമ്മുടെ ഒരു സാമൂഹിക ഇതിനകത്ത് ഒരുപാട് നവോത്ഥാന ആശയങ്ങളൊക്കെ ഉള്ള ഒരു സൊസൈറ്റിയും വായനാശീലമൊക്കെ ഉള്ള ഒരു സൊസൈറ്റിയും ഒക്കെ ആയതുകൊണ്ട് കുറെ നമ്മൾ മുന്നോട്ട് പോയി. പക്ഷെ ആ മുന്നോട്ട് പോയത് ഞാൻ നേരത്തെ സ്ത്രീകൾ പറഞ്ഞു എന്ന് പറയുന്ന പോലെ തന്നെയാണ്. യഥാർത്ഥത്തിലുള്ളിടത്ത് എത്തിയോ എന്ന് ചോദിച്ചാൽ എന്റെ പേഴ്സണൽ, ഇപ്പൊ ഞാൻ വേറൊരിടത്തൊരു പറയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും എന്ന പോലെ പഞ്ചായത്തുകളിൽ കയറി ഇറങ്ങി നടന്ന് ജോലി ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയും, നമ്മൾക്കും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഓരോരോ വനിതാ ദിനം കടന്നു പോകുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്, എത്ര പടിയാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. പുതിയ ജനറേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ പിന്നെ കേരളത്തിലെ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്ന പുറം ലോകത്ത്, ഇപ്പം വീട്ടില് തൂപ്പ്, തുടപ്പ്, ഭക്ഷണം ഉണ്ടാക്കല് എല്ലാം ചെയ്യുന്നത് ഇതിനകത്ത് ചിലപ്പോൾ പുരുഷന്മാരുടെ ചെറിയ സഹകരണമൊക്കെ വരും. പക്ഷെ പുറത്ത് കേരളത്തിൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹരിത കർമ്മസേന, നമ്മുടെ കുടുംബശ്രീ, നമ്മുടെ തൊഴിലുറപ്പ്, നമ്മുടെ ആശാവർക്കർമാർ, ഇവരാണ് കേരളത്തിന്റെ പൊതു ആരോഗ്യ രംഗവും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം
അടിസ്ഥാന മേഖലയിൽ വർക്ക് ചെയ്യുകയും അവിടെ ഏറ്റവും നമ്മൾക്ക് വിജയം എന്താണ് ലോകത്തിന് മുന്നിൽ എത്തുകയും ചെയ്യുന്നത്. അപ്പൊ അവിടെയും നമ്മുടെ സ്ത്രീകൾ തന്നെയാണ് കേരളത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ തന്നെ ഒരു വലിയ സോഷ്യൽ ചേഞ്ചിന് കേരളത്തിൽ കാരണമായിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഇത് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം ഇതിലേക്ക് സ്ത്രീകൾ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് പിന്നെ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു എന്താണ് പറയുന്നത് ശരിയാണ് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ നേരിട്ട് കണ്ട കാഴ്ചകളിൽ പല പല സിനിമയിൽ പോലും കാണാത്ത തരത്തിലുള്ള നാടകങ്ങളാണ് നമ്മുടെ പല സ്ഥലങ്ങളിലും അധികാരത്തിന്റെ ഇതിനകത്ത് പുരുഷൻ വിട്ടുകൊടുക്കാതിരിക്കാനായി സ്ത്രീകളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഏത് പാർട്ടി, ഏത് കക്ഷി എന്നുള്ളതൊന്നും അല്ല. ഇതിൽ സ്ത്രീ ജെൻഡർ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. എന്നുവെച്ചാൽ നമുക്ക് ഇപ്പൊ ഞാൻ തന്നെ ഇന്ന് രാവിലെ ഇതിന്റെ തുറന്നു പറയുന്നതിൽ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ നേരത്തെ അത് പറഞ്ഞു, മഹിളാ വിങ് എന്നുള്ളത് എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന്. അപ്പൊ ഞാൻ ആലോചിക്കണം, ഒരു മഹിളാ വിങ് വനിതാ ദിനം സംഘടിപ്പിക്കുന്നതിന്റെ കാട്ടിയും എന്ത് അന്തസ്സാണ്. താഴെ വിളിച്ചിരിക്കുന്ന ആള് പേരാണ് പുരുഷൻ. പക്ഷെ അതിന്റെ ഒരു ആവശ്യം ഉണ്ടോ ഇനിയും എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഓരോ വനിതാ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അപ്പോഴും എന്റെ ഈ ഉള്ളിലൊരു സംശയമുണ്ട്, ഇത് ആവശ്യമുണ്ടോ? നമുക്ക് ഒരുമിച്ച് ഒരു സ്ത്രീയുടെ കാര്യം എന്ന് പറയുന്ന ഒരുമിച്ച് തിന്നാ പോരെയെന്ന്. അതുപോലെ തന്നെ ഞങ്ങളെല്ലാം പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10-15 വർഷമായി നിരന്തരം പരിശീലനം സ്ത്രീ പരിപാടികളുമായി അല്ലെങ്കിൽ അവയർനെസ് പരിപാടികളുമായിട്ട് ഈ ഗ്രാമപ്രദേശങ്ങളിൽ കേരളത്തിൽ നടക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ 12 വർഷം ഗ്രാമപഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ട് ഒരു പുരുഷന് പോലും ഒരു കാര്യത്തെക്കുറിച്ചും പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു അവസരവും കിട്ടിയിട്ടില്ല. പല പല വിഷയങ്ങളെ കുറിച്ച്, അതായത് മദ്യപാനത്തിനെതിരെ, അതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അതുപോലെ ബാങ്കിങ്ങിന് വേണ്ടിയിട്ട്, സാമ്പത്തിക സാക്ഷരത, ആരോഗ്യ സാക്ഷരത, എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഞങ്ങൾ പോയി ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ചെയ്തത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് എത്രയോ വർഷമായി നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ സാക്ഷരരാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിലുള്ള ട്രെയിനിങ് ഇനി ആവശ്യം. സ്ത്രീകൾ ഇവിടെ സാച്ചുറേറ്റഡ് ആണ്, ഒരുപാട് അവയർനെസ്സും ഉണ്ട് സ്ത്രീ പ്രശ്നങ്ങൾക്ക്. പക്ഷേ പുരുഷന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? വളരെ വളരെ കുറച്ച് ഇന്റർവെൻഷനെ നടത്താനുള്ളൂ. ഞങ്ങൾ ശ്രമിക്കുമ്പോൾ പോലും കോളേജുകളിൽ പോയി ആൺകുട്ടികളോട് മദ്യപാനത്തെക്കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ ഉള്ള റെസിസ്റ്റൻസ് ഭയങ്കരമാണ് അവരുടെ ഭാഗത്തു നിന്ന്. അപ്പൊ ഈ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഭാഷണം എന്ന് പറയുന്നത് പോസിബിൾ ആകുന്ന ഒരു സാഹചര്യത്തിലാണ് ശരിക്കും ഒരു ഹെൽത്തി സൊസൈറ്റി ഉണ്ടാവുന്നത്. അത് ഇപ്പോഴും നമുക്ക് ഇനിയും ഒരുപാട് ഇല്ല എന്നല്ല, മറ്റു സ്ഥലങ്ങളെക്കാട്ടി നമ്മൾ ഭേദമാണെങ്കിൽ പോലും നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു തോന്നല്. കുറെ കൂടി വേണം. ഇപ്പൊ നമ്മള് കുട്ടികളുടെ വയലൻസിനെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹലോ, എന്തോ സംഭവിച്ചു? അത് വേറൊരാള് സംസാരിച്ചതാണ്. അല്ല, ഞാൻ ആരെങ്കിലും സംസാരിക്കുമ്പോൾ മതിയോ? ഞാൻ തന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹർഷിക രാജേഷ്. ഹർഷിക രാജേഷ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സംസാരിക്കാമോ? കൂടുതൽ സ്ത്രീകൾ ചർച്ചകളിൽ വരട്ടെ, സംശയങ്ങൾ ചോദിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും വേഗം ഈ അവസരം എല്ലാം വിനിയോഗിക്കുക. നമ്മൾ ഈ ഡിസ്കഷനാണ് കൂടുതൽ പ്രാധാന്യം. നിങ്ങൾ തുറന്ന് ചർച്ചകളിൽ ഇടപെടൂ. വിജയാനന്ദൻ കെ, അതുപോലെ തന്നെ ഹസീനയും കൈ ഉയർത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, വനിതാ ദിന ആശംസകള്. ഇന്നത്തെ ഈ ചർച്ച വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ പുസ്തകത്തിനെ പറ്റിയുള്ള ചർച്ചയിലെക്കാട്ടിൽ കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്നത്തെ അല്ല, പൊതുവെ സ്ത്രീകളും അനുഭവിക്കുന്ന അല്ലെങ്കിൽ നേരിടുന്ന പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷേ എന്തായാലും തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമെന്ന് മറ്റ് പല ആളുകളുടെ ചർച്ചയിൽ നിന്നും മനസ്സിലായി. അപ്പോൾ എനിക്ക് മറ്റ് ഒരു അഭിപ്രായമാണ് എന്ന് പറഞ്ഞാൽ, ഈ ചർച്ചയെ പറ്റിയിട്ടല്ല, പൊതുവെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പൊതുവെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്
ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വനിതകളുടെ സ്ത്രീ സ്വാതന്ത്ര്യവും സമത്വവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ നമ്മൾ മുൻനിരയിലാണ്. പക്ഷെ ഇപ്പൊ ഈ എഴുത്തുകാരി പറഞ്ഞ പോലെ തന്നെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ നടന്ന് കാണുകയാണെങ്കിൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളത്. പ്രത്യേകിച്ച് തമിഴ്നാടിനെ പറ്റി പറഞ്ഞു. തമിഴ്നാട്ടിൽ ഒരുപക്ഷെ ആ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും അവിടുത്തെ വാർത്താ മാധ്യമങ്ങളായാലും ശരി, ദൃശ്യമാധ്യമങ്ങളായാലും അതിന് മുൻകൈ എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇന്ത്യയുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മാധ്യമങ്ങളുടെ കാര്യത്തിൽ വളരെ പിന്നോക്കാവസ്ഥയാണ്. ഒരു കാര്യവും ഒരു മാധ്യമവും, ദൃശ്യമാധ്യമമായാലും ശരി, വാർത്താ മാധ്യമമായാലും ശരി, ആരും ഒരു കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നില്ല എന്നാണ് എനിക്ക് സങ്കടകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരവസ്ഥ. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ ഈ സംഘപരിവാറിന്റെ സർക്കാർ വന്നതിന് ശേഷം എല്ലാ മാധ്യമങ്ങളും അവരെ പ്രശംസിക്കാൻ മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും, സ്ത്രീകളുടെ മാത്രമല്ല, മൊത്തത്തിലുള്ള ഒരു പ്രശ്നങ്ങളും മാധ്യമങ്ങൾ എന്നുള്ള നിലയ്ക്ക് അത് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. എത്രത്തോളം കാലം ഇത് നമ്മളിങ്ങനെ അടിച്ചമർത്തപ്പെട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയാണ് നിലനിന്ന് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന് എല്ലാവരും, എല്ലാ രംഗങ്ങളിലുള്ള ആളുകളും, അതായത് സംഘടനാപരമായിട്ടായാലും ശരി, ഇതുപോലുള്ള എഴുത്തുകാരായാലും ശരി, സാഹിത്യ പ്രവർത്തകരായാലും ശരി, രാഷ്ട്രീയക്കാരായാലും ശരി, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ കൂടെ ഈ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് നടത്തേണ്ടിയിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വളരെ ഇപ്പൊ നമുക്കൊരു സന്തോഷം. പ്രതീക്ഷയുള്ളത്, നമ്മളിപ്പോ ഈ പൊതുമാധ്യമങ്ങൾ എന്ന് പറയുന്നവരുടെ പാരലായിട്ട് വന്ന സോഷ്യൽ മാധ്യമങ്ങൾ ഒരുപാട് ഉപദ്രവം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ധ്രുവറാത്തി എന്നൊക്കെ പറയുന്ന യൂട്യൂബേഴ്സ് തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അയാളുടെ ഒരു പിന്നെ അയാൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു രീതിയും ആ യൂട്യൂബിനെ ഉപയോഗിച്ചതും ഒക്കെ. അപ്പൊ ഇത്തരം പിന്നെ ഒരുപാട് സ്ഥലത്ത് മാധ്യമങ്ങളെ വിലക്കെടുക്കുകയും അവർ മുട്ടിലഴയുകയും ചെയ്യുന്ന ഈ കാലത്തും സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ട് കുറെ കാര്യങ്ങളെങ്കിലും പുറത്തറിയുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, എല്ലാം മിക്ക മാധ്യമങ്ങളും പിന്നെ വിലക്കെടുക്കപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ അത് അവർ പിന്നെ വിൽക്കപ്പെട്ട് കഴിഞ്ഞു. അത് നമ്മുടെ പല എന്താണ് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. പക്ഷെ അവിടെയും നമ്മളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് എല്ലാം പുതിയ ഒരു കാലത്ത് പുതിയ മാധ്യമങ്ങള് അതിലേക്ക് അത് നമ്മൾ വളരെ വാച്ച്ഫുള്ളായി ഇരിക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പോ വരാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. അതിനകത്ത് എന്തെല്ലാം ഫേക്ക് ന്യൂസുകൾ നമ്മളിപ്പോ കാണുന്നുണ്ട്, എന്ത് സൃഷ്ടിക്കപ്പെടാവുന്ന ഒരു കാലത്തിലാണ്. ഇവിടെ നമ്മളെപ്പോലെയുള്ളവരെയും ജനസംസ്കൃതി പോലെയുള്ള സംഘടനകളുടെ ശരിക്കും സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾ ഒരുപാട് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ എന്താണ് ഞാൻ പറയുന്ന അതാണ്, നമ്മൾ യാഥാർത്ഥ്യത്തെ മറച്ചുകൊണ്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. റിയാലിറ്റി എന്ന് പറയുന്നതാണ് റിയാലിറ്റി. അത് ഇന്ത്യ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത് നിന്നുള്ളൊരു ചെയ്യലാണ് ഞാൻ ഇത് ശരിക്കും പറഞ്ഞ ചെയ്തത്. സാമ്പത്തികമായിട്ട് എന്നെ സഹായിക്കാൻ ആരും ഇല്ലാത്തടത്ത് ഞാൻ എന്റെ പൈസ ചെലവാക്കിയിട്ട് ഏതെങ്കിലും ഒരു പത്രസ്ഥാപനം പൈസ തന്നിട്ടല്ല ഞാൻ ഈ യാത്രകൾ ചെയ്തത്. എന്റെ സേവ് ചെയ്ത് ഞാൻ ജോലി ചെയ്ത പൈസ എടുത്താണ് ഞാൻ ഈ യാത്രകൾ ചെയ്യുകയും ഇങ്ങനെ ഒരു കാര്യം ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ജാഗ്രതയും ഓരോരുത്തരുടെയും ശ്രമം നമ്മളിൽ മാത്രമല്ലാതെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ഇന്ത്യയെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്ന് നമ്മൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യമെങ്കിലും ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനം കുറച്ചെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമെങ്കിൽ ഓരോരുത്തരും ചെയ്താൽ മാത്രമേ എനിക്ക് തോന്നുന്നു എന്താവുന്നു. അതിനകത്ത് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ ധാരാളമായി ഉപയോഗിക്കാൻ പറ്റും. അതിനകത്തും ഒരുപാട് പിന്നെ ഇടപെടലുകൾ പല സ്ഥലത്തുനിന്ന് വരുമെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഫേസ്ബുക്ക് ആണെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ട് ഓരോ വ്യക്തിക്കും. അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഗ്രാമത്തിൽ പോയി നമുക്കിത് ചെയ്യാൻ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 10 പേർക്കെങ്കിലും, അന്ന് ധ്രുവറാത്തി പറഞ്ഞതാണ്, നിങ്ങൾ 10 പേരെ അറിയിക്കൂ ഞാൻ ഈ പറയുന്ന കാര്യം എന്നുള്ളതാണ്. അങ്ങനെയാണ് അത്
ഉത്തർപ്രദേശിലൊക്കെ വലിയൊരു ഇതായി മാറിയത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ ഇനി ശ്രദ്ധ തിരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ തന്നെ ഡൽഹിയിൽ ഇരുന്ന് നമുക്ക് എത്ര എളുപ്പത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം നമുക്കുള്ളത് കൊണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യണം എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ സനാതന ധർമ്മം അത് ഇതെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മറ്റൊരു ഇന്ത്യയെ കാണേണ്ടി വരുന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. കൂടുതൽ സ്ത്രീകൾ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. രാഷ്ട്രീയമായതുകൊണ്ട് വിഷയം അല്ല, സ്ത്രീകൾക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വീട്ടിലെ സ്ത്രീകളിൽ നിന്ന് എനിക്ക് പോലും ഏറ്റവും കൂടുതൽ റെവല്യൂഷൻ ഉണ്ടായതും ഏറ്റവും കൂടുതൽ എനിക്ക് പിന്നെ എന്നെക്കുറിച്ചും എന്റെ ചുറ്റുമുള്ള സ്ത്രീകളെ കുറിച്ചുമുള്ള ചിന്തയിൽ മാറ്റം ഉണ്ടാക്കിയത് ശരിക്കും പുതിയ തലമുറയാണ്. അടുത്ത തലമുറ എന്റെ വീട്ടിലെ പെൺകുട്ടികളാണ്. അവരാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത് ഇങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്, നമ്മൾക്ക് സ്ത്രീകൾക്ക് അവനവനെ വില വയ്ക്കാനും. അത് ഈ വനിതാ ദിനത്തിൽ പറയേണ്ട ഒരു വലിയ കാര്യം അതാണ്. ഓരോ സ്ത്രീയും അവനവനെ വില വയ്ക്കാൻ അവളവൾ എന്നാണ്. ഇപ്പൊ ഞാൻ പോലും ആ ഭാഷയിൽ പോലും മാറ്റം വരുത്തേണ്ടതുണ്ട്. എനിക്കെന്താണ് വേണ്ടത്, അവൾക്ക് എന്താണ് ഓരോ സ്ത്രീ അവളവളെ മനസ്സിലാക്കാനും അവളവൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഉറപ്പിച്ച് പറയാനും ശ്രമിക്കുന്ന ഒരു തയ്യാറാകുന്ന ഒരു കാലത്ത് മാത്രമേ ഇത്തരം വനിതാ ദിന ചർച്ചകളൊക്കെ കൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ കടന്നുപോയി ഇപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾ അവിടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും, കേരളത്തിൽ നമ്മുടെ ഈ വിവാഹം എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു പൈസ ചിലവിൻ്റെതായ ആർഭാടത്തിൻ്റെതായ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോവാണ്. ചില കല്യാണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു പോവാണ്. എന്ന് വെച്ചാൽ പണ്ട് ഒറ്റ ദിവസത്തിൽ നിന്നിരുന്ന ഈ ചടങ്ങുകളൊക്കെ ഇപ്പം ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്നത് പോലെ ഇപ്പം മെഹന്തി, പിന്നെന്താണ് ഹൽദി, സംഗീതം, അങ്ങനെ ഇങ്ങനെ മെഹഫിൽ എന്തൊക്കെയുണ്ട്. അതെല്ലാം വന്നിട്ട് എത്രമാത്രം രൂപയാണ് അതൊരു വലിയ കച്ചവടമായി മാറുകയും അതിനു വേണ്ടി ചെലവഴിക്കപ്പെടുകയും എന്നിട്ട് നമ്മൾ കാണുന്നത് ഈ കുട്ടികൾക്കൊക്കെ പലതരത്തില് ഈ ബന്ധം മുന്നോട്ട് പോകാത്ത രീതിയിലും കൊല ചെയ്യപ്പെടുകയും ആത്മഹത്യ ചെയ്യപ്പെടുകയും. അപ്പൊ ഈ പുതിയ പെൺകുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട എന്താണെന്നുള്ളത് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന അതാണ്. ആദ്യം അവനാണ് അവളാണ് താനാണ് പ്രധാനമെന്ന് ഓരോ വ്യക്തിയും മനസ്സിലാക്കണം. അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും. പക്ഷെ പെൺകുട്ടികൾ കുറെ കൂടി മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ വളർന്ന കാലത്ത് നമ്മുടെയൊക്കെ മുതിർന്ന തലമുറ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾക്കുള്ള പ്രയോറിറ്റി കുറയ്ക്കുക എന്നുള്ളത്. നിങ്ങളല്ല നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ കുടുംബമാണ് നിങ്ങളുടെ പ്രയോറിറ്റി. ആ പ്രയോറിറ്റിയിൽ ബലി കഴിക്കാൻ പറഞ്ഞത് ഓരോരുത്തരോടും അവരവരുടെ താല്പര്യങ്ങളായിരുന്നു. ഇപ്പൊ എന്റെയൊക്കെ ക്ലാസ്മേറ്റ്സിന്റെ ഒക്കെ ഗ്രൂപ്പിൽ ഇപ്പൊ ചെല്ലുമ്പോൾ എന്നോട് അവരെല്ലാവരും പറയും, നീ ഭാഗ്യത്തിൽ അന്ന് പഠിക്കുകയും ജോലി ചെയ്യാനും ഒക്കെ തീരുമാനിച്ചതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഞങ്ങളൊക്കെ ഇപ്പോഴും അന്നും ഇന്നും ഒരേ അവസ്ഥയിലാണ്. അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം പ്രീ ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിച്ചു പോയി, എവിടെ എത്തി ഒന്നും എത്തിയില്ല. ഇപ്പോഴാണ് ഈ ക്ലാസ് ഗ്രൂപ്പ് വരുമ്പോഴാണ് നമ്മൾ പിന്നെ വേറെ ആരെങ്കിലും കാണുമ്പോഴാണ് ഞങ്ങൾക്കൊരു സന്തോഷം. വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ആകെ മാർഗങ്ങളായിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. നേരത്തെ യാത്രയെക്കുറിച്ച് സിന്ധു പറഞ്ഞു. ഇപ്പോഴാണ് യാത്രകൾക്ക് വേണ്ടി സ്ത്രീകൾ ചിന്തിക്കാൻ തുടങ്ങിയത്. സ്ത്രീകളുടെ യാത്രാ ഗ്രൂപ്പുകൾ, സ്ത്രീകൾ യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. അല്ലെ മുമ്പ് എങ്ങനെയെന്ന് വെച്ചാൽ തീർത്ഥയാത്രകളാണ് സ്ത്രീകൾക്ക് ആകെ ഉള്ളത്. അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ തീർത്ഥയാത്രകൾക്ക് ഇച്ചിരി ദൂരെ പോണെങ്കിൽ തീർത്ഥയാത്ര. അതിൽ നിന്ന് സ്ത്രീകൾ ആനന്ദത്തിന് വേണ്ടി ഓരോ വ്യക്തിയും അവളുടെ ഉള്ളിലുള്ള ആനന്ദത്തിന് വേണ്ടി യാത്ര ചെയ്യാമെന്നും അവിടെ നിന്നുണ്ടാകുന്ന തിരിച്ചറിവുകൾ ജീവിതത്തിൽ ഒരു കോൺഫിഡൻസിന് വേണ്ടി ഉപയോഗിക്കാവുന്നതും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ തലമുറ. എന്റെ എക്സെപ്ഷൻ ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിൽ യാത്ര ചെയ്ത തുടങ്ങിയ ആളാണ്. പക്ഷെ ഞങ്ങളുടെയൊക്കെ തലമുറയെ പഠിപ്പിച്ചത് അവരുടെ മക്കളാണ്, പെൺകുട്ടികളാണ്. അപ്പൊ ആ പെൺകുട്ടികളാണ് ശരിക്കും ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ സമൂഹത്തെ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അവര് വിദ്യാഭ്യാസം നന്നായിട്ടുണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവര് ജോലി നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ജോലിക്കൊപ്പം തന്നെ അവർ യാത്ര ചെയ്യുന്നുണ്ട്. അവരവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ്. പണ്ട് അച്ഛനും അമ്മയോ പറയുന്ന ജീവിതം ജീവിച്ച ഒരു തലമുറയിൽ നിന്ന് അവർക്ക് തന്നെ തീരുമാനം എടുത്ത് അവർ ജീവിക്കുന്ന ഒരു തലമുറയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതാണ് ശരിക്കും ഇനി മുന്നോട്ട് നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയ. നമസ്കാരം മാഡം, എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ.
എനിക്ക് ചോദിക്കാനുള്ളത് മാഡം എക്കണോമിക് എംപവർമെന്റിനെ കുറിച്ചാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണം ശരിക്കും നടക്കുന്നുണ്ടോ? ഈ ബീഹാറിലും മറ്റുമൊക്കെ ലാഖ്പതി ദീദി പദ്ധതി പ്രകാരം ആയിരക്കണക്കിന് ലാഖ്പതി ദീദിമാരെ സൃഷ്ടിച്ചു എന്നൊക്കെ സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ പല സംസ്ഥാനങ്ങളിലും സ്ത്രീകൾക്ക് പെൻഷൻ പദ്ധതികൾ തുടങ്ങിയെങ്കിലും അത് അവർക്കായിട്ട് കിട്ടുന്നുണ്ടോ? ഗ്രാസ് റൂട്ട് ലെവലിൽ ശരിക്കും സാമ്പത്തിക ശാക്തീകരണം നടക്കുന്നുണ്ടോ? ഞാൻ കണ്ട ഗ്രാസ് റൂട്ട് ലെവലിൽ ഞാൻ പറഞ്ഞില്ല, ബീഹാറിൽ ഞാനൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ആ ട്രെയിൻ ചെയ്ത ആൾക്കാരെ കുറെ പേരെ കണ്ടതുകൊണ്ടാണ്. അല്ലാത്ത തലത്തിൽ എനിക്ക് തോന്നുന്നു വോ ബോലേക എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് എല്ലായിടത്തും എനിക്ക് തോന്നുന്നത്. ഇത് ശരിക്കും നമ്മൾ വളരെ എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞാൽ പോലും അവിടെയൊക്കെ പോയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ നൂറ്റാണ്ട് കഴിഞ്ഞാൽ പോലും ഈ ബോധം മാറത്തില്ല. ഇപ്പൊ ശരിക്കും നമ്മൾ ഈ വർത്താനം പറയുമ്പോൾ നമ്മൾ ഈ പാട്രിയാർക്കൽ എന്നും പുരുഷ മേധാവിത്വം എന്ന് പറയുമ്പോൾ ഇത് തലയിലുള്ളത് സ്ത്രീകളുടെ തലയിലുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. എന്നുവെച്ചാൽ ഇപ്പൊ എവിടെയാണെങ്കിലും സ്ത്രീകൾ തന്നെ ഈ പുരുഷ മേധാവിത്വം ആണ് ശരി എന്നുള്ള ഒരു ബോധത്തോടു കൂടി പെരുമാറുകയാണ്. ഇപ്പൊ സ്ത്രീധനത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്കറിയാതെ നമുക്ക് കിട്ടാനുള്ള വിഹിതം അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടാനുള്ള ഇപ്പം പിന്നെ അവനവൻ ചെയ്യുന്ന ജോലിക്ക് വിലയില്ല, വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് വിലയില്ല എന്ന് കരുതി വീട്ടമ്മയാണ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുറവ് തോന്നുന്നതൊക്കെ തന്നെ പുരുഷ മേധാവിത്വത്തിന്റെ ഒരു ചിന്തകളാണ്. ഈ വീട്ടിനകത്ത് ഒരു സ്ത്രീ ചെയ്യുന്ന, ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കാണുന്ന സ്ത്രീകളെല്ലാം പഞ്ചായത്ത് മെമ്പറൊക്കെ ആയാലും സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴും അവര് പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ വീട്ടിലെ പണികളെല്ലാം അതുപോലെ തന്നെ പണ്ടത്തെ പോലെ ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് 3 മണിക്ക് എഴുന്നേറ്റ് വീട്ടിലെ മുഴുവൻ ജോലികളും ചെയ്ത് 7 മണിക്ക് പഞ്ചായത്തിലേക്ക് പോകുന്നതാണ് ഈ ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ. പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ ആണെങ്കിൽ ഈ സ്ത്രീ അവളുടെ ഒരു ജോലി പോലും ആരും ഷെയർ ചെയ്യാത്ത രീതിയിൽ ആണ് അവൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇരട്ടി ഭാരമാണ് അവര് വഹിക്കുന്നത്. അത് ജോലി ചെയ്യുന്ന സ്ത്രീ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് പഞ്ചായത്ത് അംഗമാകുന്ന ഒരു സ്ത്രീയും എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് മാറ്റം വന്നു കാണും, പക്ഷെ വേറെ എവിടെയെങ്കിലും അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നു എന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മാറ്റം വന്നു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കേരളത്തിലെ നമ്മളുടെ വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ കുറിച്ചാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്, പെൺകുട്ടികൾ ചെയ്യുന്നു. മറ്റിടങ്ങളില് അത് ഇനിയും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് വരാനുണ്ട്. താങ്ക് യു മാഡം. ഇനി ആരാണ്? പ്രിയ മ്യൂട്ടി. ഹസീന നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ഓക്കെ. ഞാന് ഒന്നുമല്ല, നേരത്തെ പറഞ്ഞൊരു പോയിന്റിനോട് കൂട്ടി യോജിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് കൈപ്പൊക്കിണ്ടായിരുന്നത്. ഇപ്പോ ഈ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പല വില്ലേജസിൽ നടത്തിയ യാത്രയിലെ എക്സ്പീരിയൻസ് പറഞ്ഞു. ഇപ്പോ കേരളത്തിലും ഇപ്പോ അവിടെ താമസിച്ചതിന്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുപോലെ പുസ്തകത്തിൽ ഒരു പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടാകണം. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, പുസ്തകം എത്തിയിട്ടില്ല. അപ്പോ ഈ എന്താ പറയാ, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോലും നമ്മളുടെ പല വില്ലേജുകളിലും അല്ലെങ്കിൽ പല അധികാരത്തിന്റെ കസാരകൾ, അതായത് 5 വർഷത്തേക്ക് സംവരണത്തിന്റെ പേരിൽ കുറച്ച് സമയത്തേക്ക് സ്ത്രീകളെ ഏറ്റെടുക്കുന്നു. അത് ആരാണ് പലപ്പോഴും വീട്ടിൽ നിന്ന് ഭരിക്കുന്നത് എന്നുള്ളത് പല രീതിയിലും സംശയമാണ്. അതിനേക്കാൾ ഉപരി ഈ 5 വർഷം കഴിഞ്ഞ് ഇവരെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് വലിയ ചോദ്യമാണ്. അതാണ് ഒരു വലിയ ചോദ്യം. ഇപ്പൊ നമ്മൾക്ക് പിന്നെ എന്താണ് സ്കൂൾ രാഷ്ട്രീയത്തിൽ നിന്നും പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടും ഒക്കെ വന്നതിനകത്തുനിന്ന് ഒരു CS സുജാതയെ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും നേതൃനിരയില്. അല്ലെങ്കിൽ 1-2 ഞാൻ അന്വേഷിച്ചപ്പോഴേക്കും കോഴിക്കോട് ഒരു പിന്നെ MLA ആയി മത്സരിച്ചൊരു സ്ത്രീയെ കുറിച്ച് കേട്ടു. അല്ലാതെ നമ്മുടെ നേതൃനിരയിൽ 30 വർഷം കൊണ്ട് ഏത് പാർട്ടിയിലാണ് സ്ത്രീ എത്തിയത് എന്നുള്ളതാണ് ശരിക്കും. അതുപോലെ ഇവര് അത് കഴിഞ്ഞാൽ ഇവര് എവിടേക്കാണ് പോകുന്നത്? തിരിച്ച് വീട്ടിലുള്ളിലേക്കാണ് പോകുന്നത്. മിക്കവാറും പേര് രാഷ്ട്രീയത്തിൽ കാണുമായിരിക്കും, എങ്കിൽ പോലും ഒരു പുരുഷൻ രാഷ്ട്രീയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴുള്ള ഒരു പിന്നെ ഇത് വളരെ ചില സ്ത്രീകളൊക്കെ ഭയങ്കര രസകരമായ രീതിയിൽ അവര് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നെയും അവർക്ക് തുടർന്ന് പോകാൻ പറ്റും. നമ്മുടെ PK മെയ്ദിനി ചേച്ചി പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നാണല്ലോ. അവര് ഇപ്പോഴും ആ രാഷ്ട്രീയത്തിൻ്റെതായ അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ഉണ്ട്. അല്ലാതെ വരുന്നത് വളരെ ശക്തമായ ഒരു
പിന്നെന്താണ് പറയുന്നത്, ജീവിതത്തോടുള്ള ഒരു ഊർജമുള്ളവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പിന്നീട് പറ്റുന്നുള്ളൂ. ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ എന്താണ് വളരെ മിടുക്കരായിട്ടൊക്കെ ചെയ്യുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആണെങ്കിൽ പോലും അവരെ പിന്നെയും രാഷ്ട്രീയത്തിൽ തന്നെ നിർത്താനായിട്ടുള്ള ശ്രമം ഇനിയും വരേണ്ടിയിരിക്കണം. അതെ, എനിക്കും തോന്നുന്നു നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഇനി നമ്മൾ സ്ത്രീകളെ പ്രത്യേകം ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ സംഘടിപ്പിക്കുന്നതിനൊപ്പം തന്നെ കൂടുതൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മുടെ പൊതുസമൂഹത്തെയാണ്. അതായത് പുരുഷൻ ഉൾപ്പെടെ പൊളിറ്റിക്കലി എപ്പോഴും ഇതിലെ ഒരു വലിയ സന്തോഷം എന്ന് വെച്ചാൽ സാധാരണ ഇന്നിപ്പോ തന്നെ ഗവൺമെന്റിന്റെ ഫംഗ്ഷന് പോയി ഒരു 10,000 സ്ത്രീ ഉണ്ടായിരുന്നായിരിക്കും. അതിനകത്ത് സ്ത്രീകളാണ് ഈ വനിതാ ദിനം ആഘോഷിക്കുക. അത് ഈക്വൽ നമ്പർ ഓഫ് പുരുഷന്മാരും കൂടെ വരുമ്പോൾ മാത്രമാണ്. ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം രണ്ടു കൂട്ടരും കൂടി ചേർന്നിരിക്കുന്നതാണ്. അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് പുറത്തു പോയത് കൊണ്ടാണ്. നിങ്ങൾ ഡൽഹിയിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. ഇവിടെ വരുമ്പോ ഇവിടെ മിക്കവാറും നമ്മൾ വീണ്ടും ഇത് തന്നെ സംസാരിക്കുന്ന സ്ത്രീയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രം ഇരുന്ന് സംസാരിക്കുക, ആ സ്ത്രീകൾക്ക് മാത്രം കുറെ പരിശീലനം കൊടുക്കുക എന്ന് പറയുന്ന ആ പഴയ കാര്യത്തിൽ നിന്നെല്ലാം പൊളിച്ചെഴുത്ത് നടത്തണം എന്നുള്ള ഒരു ചിന്ത പോലും നമുക്ക് വരുന്നില്ല. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി എങ്ങനെയാണ് ഞങ്ങളൊക്കെ പറയാവുന്ന മാക്സിമം പറയുകയും പിന്നെ എഴുതുകയും പിന്നെ ചെയ്തു കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇനിയും ഒരു മാറ്റം വരേണ്ടിയിരിക്കണമെന്നാ തോന്നുന്നത്. അതെ, നമ്മളുടെ ഈ പൊളിറ്റിക്കൽ സ്പേസും ഇത്തരം ഇടങ്ങളും പൊതു ഇടങ്ങളും ഒക്കെ എന്ന് പറയുന്നത് ഇപ്പോഴും സ്ത്രീക്ക് ഒരുപാട് അകലെ തന്നെയാണ്. ഇതായിരുന്നു ഒരു പോയിന്റ്. രണ്ടാമത് പറയാനുള്ളത്, ഈ 13 വയസ്സിൽ എഴുതി തുടങ്ങി എന്ന് പറയുന്ന ബീനകണ്ഠ റഷ്യ. അപ്പൊ അതിനെ കുറിച്ച് അപ്പൊ നോക്കി കാണുന്നത് ഒരുപക്ഷെ മറ്റൊരു ആംഗിളിലൂടെ ആയിരിക്കാം. അപ്പൊ അതിനെ കുറിച്ച് കൂടെ ഒന്ന് ആഡ് ചെയ്ത് നന്നായിരുന്നു. ഞാൻ 13 വയസ്സിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് സോവിയറ്റ് യൂണിയനിലെ ഉക്രൈൻ, ഇപ്പൊ നമുക്കറിയാലോ യുദ്ധം നടക്കുന്ന ഉക്രൈനിലെ കീവ്, ക്രീമിയ എന്ന് പറയുന്ന പ്രദേശങ്ങൾ, അതെല്ലാം ഇപ്പം യുദ്ധം നടന്ന് തകരുന്ന സ്ഥലങ്ങളാണ്. അവിടെ നടന്ന കുട്ടികളുടെ ഒരു അഖില ലോക ക്യാമ്പിൽ പങ്കെടുക്കാനാണ് പോയത്. ഏതാണ്ട് 1.5 മാസത്തോളം മോസ്കോയിലും അവിടെയുമായിട്ട് ചെലവഴിച്ചു. ലോകത്തിലെ 150 രാജ്യങ്ങളിൽ നിന്ന് 5000-ഓളം കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഞാനന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുക, കോട്ടൺ ഹിൽ, തിരുവനന്തപുരം ഗവൺമെന്റ് കോട്ടൺ ഹിൽ സ്കൂളിൽ. അവിടെ നിന്ന് തിരിച്ചു അവിടെ ചെന്ന് കാണുമ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പാഠം, എനിക്ക് അതൊരു അറിവ് എനിക്കുണ്ടാകുന്നത്. അതായത് ഞാൻ അവിടെ ചെന്ന് കാണുന്നത്, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, അവിടെ ചെന്ന് ഞങ്ങൾ കാണുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിൽ ആഫ്രിക്കൻ കുട്ടികളുണ്ട്. അവരുടെ തലമുടി ചുരുണ്ടതാണ്, അവരുടെ സ്കിന്നിന്റെ നിറം വേറെയാണ്, അവരുടെ ചുണ്ടുകൾക്ക് വേറെ ഷേപ്പാണ്. അതുപോലെ മംഗോളിയൻ കുട്ടികൾക്ക് മഞ്ഞ തൊലിയാണ്. അങ്ങനെ പല 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 തരം സ്വർണ്ണ തലമുടിയുള്ള ഫ്രഞ്ച് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള നമ്മളെ പോലെ തന്നെയുള്ള കുട്ടികൾ. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് പല തരത്തിലുള്ള ശാരീരികമായ ഘടനകളും ശാരീരികമായ സവിശേഷതകളും ഉള്ള ഒരു 5000 കുട്ടികൾക്കിടയിലാണ് ഞങ്ങൾ ഒരു മാസം ജീവിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് പോരുമ്പോൾ എൻ്റെ ഉള്ളില് എനിക്കൊപ്പം പോകുന്ന ഒരു വികാരമുണ്ട്. ഇവരെല്ലാവരും പുറത്തു മാത്രമാണ് പ്രത്യേക വൈവിധ്യങ്ങൾ ഉള്ളത്. അവരുടെ ഉള്ളിലെല്ലാം തന്നെ മനുഷ്യൻ എന്ന് പറയുന്നതാണുള്ളത്. അതായത് മാനവികത, അന്ന് കുട്ടികളാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ അത് മാത്രമാണ് ഞങ്ങൾ കാണുന്നത്. സ്നേഹം, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ ഒരു ജീവിത ബോധം അല്ലെങ്കിൽ ജീവിത പാഠമാണ് ആ 13 വയസ്സിൽ എനിക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ എൻ്റെ ആ പുസ്തകത്തിൽ എഴുതാൻ ശ്രമിച്ചത്, ബീനകണ്ഠ റഷ്യ എന്നുള്ള പുസ്തകത്തിൽ. അതിപ്പോ 45 വർഷം കഴിഞ്ഞ് അത് ആലോചിക്കുമ്പോൾ, അത് 78-ലാണ് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഞാൻ 77-ലാണ് പോകുന്നത്. 78-ൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 10 ലക്കങ്ങളായി വന്നു. എന്നിട്ട് 81-ലാണ് DC ബുക്സ് അത് പ്രസിദ്ധീകരിക്കുന്നത്. എഴുതിയതാണ് 13 വയസ്സിൽ. അപ്പൊ ആ പുസ്തകം ഇന്നും കുട്ടികൾ വായിക്കുന്നുണ്ട്. ഇന്നും കേരളത്തിലെ കുട്ടികൾ, മലയാളി കുട്ടികൾ അത് വായിക്കുകയും അതിനെക്കുറിച്ച് റീൽസ് ചെയ്യുകയും അല്ലെങ്കിൽ അവരത് യൂട്യൂബിൽ ഇടുകയും ഒക്കെ ചെയ്തിട്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ചില സ്കൂളുകളിൽ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ എന്നോട് സംസാരിക്കാനായിട്ട് ഞാൻ പോവാറുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അന്ന് ഞാൻ അതിനകത്തുകൂടി പറയാൻ ശ്രമിച്ചത് ലോക സമാധാനത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും ഒക്കെയാണ്. ഞങ്ങളുടെ ആ ക്യാമ്പിന്റെ ഒരു മോട്ടോ
മോട്ടോ എന്ന് പറയുന്നത് ലോക സമാധാനമായിരുന്നു. ഇപ്പം ഉക്രൈനിലെ യുദ്ധത്തില് തകർന്നു വീഴുന്ന ഉക്രൈനിലെ ഈ ക്രിമിയ, കീവ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലെ തെരുവീഥികളിലൂടെ സന്ധ്യകളില് മെഴുകുതിരി തെളിയിച്ച് ഞങ്ങൾ തൊണ്ട പൊട്ടുന്ന ഉച്ചത്തില് ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. മീർ എന്നാണ് റഷ്യൻ വാക്ക് ലോക സമാധാനത്തിന്. അപ്പം വി വോണ്ട് വേൾഡ് പീസ് എന്നുള്ള മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തിയ സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പൊ യുദ്ധം തകർക്കുന്നത്. ഇപ്പൊ യുദ്ധത്തിനെതിരെ അന്ന് മറ്റൊരു കോൾഡ് വാർ നിലനിൽക്കുന്ന കാലത്താണ് ഞാൻ ആ റഷ്യയിൽ പോകുന്നത്. അന്ന് നിലനിന്നിരുന്ന ലോകത്ത് നിന്നിരുന്ന ആ ഒരു ശക്തികളൊക്കെ തന്നെ പിന്നെ മാറുകയും ആ കഥയെല്ലാം മാറുകയും ലോകം തന്നെ മാറുകയും സോവിയറ്റ് യൂണിയൻ ഇല്ലാതാവുകയും ഞാനെന്ന കുട്ടി വലുതായി ഒരു ജീവിതത്തിന്റെ വേറൊരു ഇതിലേക്ക് എത്തുകയും അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു പ്രായത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും ആ പുസ്തകം ഇപ്പോഴും ഇറങ്ങുകയും എല്ലാ വർഷവും അതിന്റെ പതിപ്പുകൾ ഇറങ്ങുന്നുണ്ട്. ഈ 45 വർഷമായിട്ട് ആളുകൾ വായിക്കുന്നുണ്ട്, ഓരോ തലമുറയും വായിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ത്രീകൾ എന്നോട് ആ പുസ്തകം വായിച്ചിട്ട് അവരെ യാത്രയിലേക്ക് അവരെ വരാനുള്ള ഒരു കാരണമായി എന്ന് പറയുന്ന ആ പുരുഷന്മാരായവരും സ്ത്രീകളായവരും. അപ്പൊ അങ്ങനെ ഒരു മനോഹരമായ അനുഭവമാണ് ശരിക്കും ദീനകണ്ഠ റഷ്യ എന്നുള്ള ആ പുസ്തകം. പിന്നെ ഞാൻ എഴുതിയ പുസ്തകങ്ങൾ യാത്രാ വിവരണം എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയിലെ വീടാണ്. അത് ആസാമില് 2 വർഷം ജോലി ചെയ്ത കാലത്ത് നോർത്ത് ഈസ്റ്റ് മുഴുവൻ സഞ്ചരിക്കാനുള്ള ഒരു ഒഫീഷ്യലിയും അല്ലാതെ അവസരം കിട്ടി. അത് വെച്ചിട്ടുള്ളതാണ് ബ്രഹ്മപുത്രയിലെ വീട്. പിന്നെ ചുവടുകൾ, നദി തിന്നുന്ന ദീപം എന്നൊക്കെ പറഞ്ഞ് യാത്രാ വിവരണങ്ങള് കുറെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്റെ ജീവിതത്തിലെ ഒരു മനോഹരമായ അനുഭവം എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ടുള്ള സൗഹൃദമാണ്. അത് വെച്ചിട്ട് ബഷീർ എന്ന അനുഗ്രഹം എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിനെ ഞാൻ പരിചയപ്പെടുന്ന എന്റെ ജേർണലിസം പഠനകാലത്തുള്ള തീസീസുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അദ്ദേഹം മരിക്കുന്നത് വരെ എന്നെ പൊന്നമ്പിളി എന്നാണ് വിളിച്ചിരുന്നത്. അത്രയും വളരെ ഇന്റിമേറ്റ് ആയ ഒരു റിലേഷൻഷിപ്പ്, ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. നിറയെ കത്തെഴുതുക, അദ്ദേഹത്തെ കാണാൻ പോവുക, അങ്ങനെ അതൊരു വലിയ അനുഭവമായിരുന്നു. അപ്പൊ അത്തരം കുറെ അനുഭവങ്ങളും കുറെ പുസ്തകങ്ങളും പിന്നെ ചെറുകഥകള്, 4 സമാഹാരം. ഇപ്പൊ തന്നെ ഏറ്റവും പുതിയ ചെറുകഥാ സമാഹാരം ഈ ആ കൽച്ചർ ആരുടേതാണ് എന്നുള്ളതിന്റെ കൂടെ തന്നെ മാന്യുക്കിൻ എന്ന് പറയുന്ന എന്റെ പുതിയ കഥാസമാഹാരം 30ഓളം കഥകളുടെ ഒരു സമാഹാരം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോഴാണ് ബാലനോവലുകൾ. ഏറ്റവും പുതിയ പുസ്തകമാണ് റോസും കൂട്ടുകാരും എന്നുള്ള ബാലനോവൽ. അത് ശരിക്കും ഞാൻ എഴുതിയതിനകത്ത് തന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ വായിച്ച് രസിക്കുന്ന പുസ്തകം എന്ന് ചോദിച്ചാൽ ഈ റോസും കൂട്ടുകാരുമാണ്. അതുണ്ട്. പിന്നെ അമ്മക്കുട്ടിയുടെ ലോകം, പിന്നെ മിലിയുടെ ആകാശം എന്നൊക്കെ പറയുന്ന കുറെ ബാലനോവലുകളുണ്ട്. അതിനൊപ്പം തന്നെ എന്റെ കോളം ഒരു 4-5 ഏതാണ്ട് ഒരു 7-8 കോളം പല മാഗസിനുകളിലായിട്ടും പത്രങ്ങളിലായിട്ടും എഴുതിയിട്ടുണ്ട്. അതൊക്കെ പല പല പുസ്തകങ്ങളായി വന്നിട്ടുണ്ട്. പിന്നെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്ന പെരുമഴയത്ത് എന്നുള്ള ഒരു പുസ്തകമുണ്ട്. സൗഹൃദത്തിന്റെ പുസ്തകം എന്നാണ് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത്. ഓർമ്മയും സൗഹൃദവും ഒക്കെ കൂടി കലർന്ന ഒരു പുസ്തകമാണ്. പിന്നെ അതിർത്തിയുടെ അതിരെ, കടന്നൽ, പിന്നെ അങ്ങനെ കുറെ ഉന്മാദിയുടെ മുന്നിലെ ആലീസ്, ഭൂതക്കണ്ണാടി എന്നൊക്കെ പറയുന്ന കുറെ ലേഖന സമാഹാരങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ മാധ്യമ രംഗത്തെ കുറിച്ച് ഡേറ്റ് ലൈൻ, പത്രജീവിതങ്ങൾ, പിന്നെ റേഡിയോയുടെ ഹിസ്റ്ററി, അങ്ങനെ കുറെ പുസ്തകങ്ങൾ മാധ്യമരംഗത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. റിപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ട് എന്താണ് റിപ്പോർട്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകം. ഇങ്ങനെ പല പല ജാതി പുസ്തകങ്ങൾ എഴുതുന്ന ഒരാളാണ് ഞാൻ. ഇതിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതിയും എനിക്ക് എന്നെ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പല പല ജോലികൾ ചെയ്യാൻ നടക്കുന്ന ഒരാളെന്നുള്ള എനിക്ക് കുറെ ഒരു കഥ മാത്രം എഴുതുന്നു അല്ലെ യാത്ര മാത്രം എഴുതുന്നു എന്നുള്ള ഒരു രീതി എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് അപ്പൊ തോന്നുന്നത് എന്താണോ അതാണ് താല്പര്യം. ഇപ്പൊ ഞാൻ ഏറ്റവും പുതിയ പുസ്തകം എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ പെൺമാധ്യമ ചരിത്രമാണ്. 1885 തുടങ്ങിയ മലയാളത്തിലെ സ്ത്രീകള് പത്രപ്രവർത്തന രംഗത്ത്, ഞങ്ങൾ പഠിച്ച പത്രപ്രവർത്തന ചരിത്രത്തിലൊന്നും സ്ത്രീകളുടെ ചരിത്രം ആരും എഴുതി വെച്ചിട്ടില്ല. പഠിച്ചപ്പോഴും ഇല്ല, ഇതുവരെ കാണുന്നതിലും ഇല്ല. പക്ഷെ ഞാൻ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് വളരെ ശക്തരായ ഒരുപാട് പത്രപ്രവർത്തകർ 1900 മുതൽ 1940 സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടം വരെ മലയാളത്തിൽ വളരെ ശക്തരായ പത്രപ്രവർത്തക സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്നും അവരെയൊക്കെ ചരിത്രത്തിൽ നിന്ന് നമ്മുടെ പത്രപ്രവർത്തന ചരിത്രം എഴുതിയവരൊക്കെ അങ്ങ് മറച്ചു വെച്ചിട്ട് അവരെ ആരുടെയും പേര് പോലും ഇത് ചെയ്യാത്ത രീതിയിൽ അവരെ എഴുതിയതും അവരുടെ പ്രസിദ്ധീകരണങ്ങളെയൊക്കെ മറച്ചു വെച്ചു എന്നുള്ളതാണ് ഞാൻ കണ്ടെത്താൻ കണ്ടെത്തിയപ്പോൾ ഞാൻ അന്വേഷിച്ചു വന്നപ്പോൾ കണ്ട ഒരു കാര്യം. ആ പുസ്തകമാണ് ഇപ്പൊ പുതുതായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഉടനെ അത് വരണം. ഒരു കുറച്ച് വർക്കും കൂടി ബാക്കിയുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു എഴുത്തിന്റെ ഇത്. അടുത്ത 2 ഹാൻഡ് റൈസ് ചെയ്തത് സുകുമാരനായിരുന്നു, പിന്നെ ബാലേട്ടനും. സുകുമാരൻ.
സുമാനില്ലെങ്കിൽ ബാലേട്ടൻ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഹലോ ഹലോ, ഞാൻ പറയട്ടെ? ബാലേട്ട പറയൂ. കേക്കാം. കേക്കാം. താങ്ക് യു. ആദ്യമായിട്ട് എല്ലാവർക്കും വനിതാ ദിനാശംസകൾ നേരുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തിലെ നമ്മുടെ വളരെ ഈ ലോകത്തിലുള്ള വനിതകളുടെ ശാക്തീകരണം അല്ലെങ്കിൽ അവകാശം, അതുമല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിലെ നമ്മള് ജനസംസ്കൃതി ഇങ്ങനെ ഒരു പരിപാടി നടത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുക. എനിക്ക് ചോദ്യങ്ങൾ കുറവാണ്, പക്ഷെ എനിക്ക് 2 മിനിറ്റ് സംസാരിക്കാനാണ്. ഞാൻ ഈ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇപ്പം നമ്മുടെ സഹാവ് ബീന അദ്ദേഹത്തിന്റെ എന്താ പറഞ്ഞത്, നമ്മുടെ യാത്രാ വിവരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുഭവങ്ങള്, വിവിധ സംസ്ഥാനങ്ങളിലുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ടായി. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത്. കാരണം ഇന്ന് നമ്മുടെ ഈ പുരുഷ മേധാവിത്വത്തിന്, അതുപോലെ തന്നെ ഈ ദുരഹമാനി കൊലയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് സത്യസന്ധമായ ഒരു പത്ര വാർത്ത കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ഓരോ വാർത്തയും ഇന്നത്തെ മാധ്യമങ്ങളെ അവരുടെ മാധ്യമ ധർമ്മങ്ങള് മറച്ചുവെച്ചുകൊണ്ട് തന്നെ, ഇല്ലാതെക്കൊണ്ട് തന്നെ അവർക്ക് അനുയോജ്യമായ രീതിയിലാണ് വാർത്തകള് നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് നമ്മള് സമൂഹത്തിൽ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തിക്കാട്ടേണ്ട പല പ്രശ്നങ്ങളും ഇല്ലാതായി അല്ലെങ്കിൽ ഇല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് നമ്മളെ പത്രപ്രവർത്തകര് ഇന്ന് വാർത്തകള് കൊടുക്കുന്നത്. പത്രപ്രവർത്തകരല്ല, പത്രക്കാരാണ്. അപ്പം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന മുമ്പ് ചില ചോദ്യം കുറവാണ്. നമ്മള് ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ കുടുംബത്തിൽ പോലും ചില കേൾക്കാനില്ല. കേൾക്കുന്നില്ലല്ലോ. കട്ടായി. ഹലോ, വീഡിയോ ഓഫ് ചെയ്ത് സാറേ, വീഡിയോ ഓഫ് ചെയ്ത് വെച്ചാല് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കേൾക്കാൻ പറ്റും ഞങ്ങൾക്ക്. ഓക്കെ. അപ്പം നമ്മുടെ സമൂഹത്തില് നമ്മള് ഈ പറയപ്പെടുന്ന ഈ ഒരു ദുരവസ്ഥകൾ, ഇപ്പൊ കുമാരനാശൻ ചൂണ്ടിക്കാണിച്ചുള്ള ദുരവസ്ഥകള് ഇന്നും നിലനിൽക്കുമ്പോൾ, ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് നിലനിൽക്കുമ്പോൾ, നമ്മൾ അതിനെ തരണം ചെയ്യാനുള്ള നമ്മുടെ ഒരു പ്രസ്ഥാനത്തിനും നമുക്ക് കഴിയാതെ ഒരു പരിധിവരെ നമ്മുടെ കേരളം അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ ത്രിപുരയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെങ്കില് എന്റെ ഒരു സുഹൃത്തുക്കളെ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ വിവിധ സംസ്ഥാനത്തിലെ വിവിധ സംസ്കാരങ്ങളിലെ ഒക്കെ നടക്കുമ്പോൾ ഈ ജാതിമത ചിന്തകള്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് പറയുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദലിതർക്ക് ഇതിനായിട്ടുള്ളതാണ് അവഹേളനങ്ങള്. അതാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ദുരപമാന കൊലയ്ക്ക് കാരണഭൂതമാകുന്നത്. ഇപ്പം വളരെ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു അമ്മയും 2 കുട്ടികളും കുറവലങ്ങാട് ആ ഭാഗത്ത് കോട്ടയത്തിനടുത്ത് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അതെ, പകൽ സമയത്താണ് സംഭവിക്കുന്നത്, ഓർക്കണം. അപ്പം അവര് അനുഭവിച്ച ആ ഒരു മാനസിക പീഡനം, അത് നമ്മള് എന്തുകൊണ്ട് അതിന് വെല്ലുവിളിയായിട്ട് എടുത്തിട്ട് നമ്മുടെ സഹോദരി അല്ലെങ്കിൽ സഹോദരിമാരെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങള് കാണുന്നില്ല എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളതിനെ എന്താണ് നമ്മളതിനെ അത്തരം
നമ്മുടെ ഈ അടിമത്തം പോലുള്ള അല്ലെങ്കിൽ അതിനുള്ള ഈ അപമാനം അല്ലെങ്കിൽ മാനസിക പീഡനം നമ്മള് എന്തുകൊണ്ട് എതിർക്കുന്നില്ല? നമ്മൾ ഈ സ്ത്രീ ശാക്തീകരണം പ്രേമം പോലും നമ്മുടെ ആളുകൾ പോലും കേരളത്തിൽ പോലും എന്തുകൊണ്ട് അതിനെ എതിർത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ. ആ വെറും മാലാണ്ടമാരെ പോലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തത്. അത് പാടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മള് ഇപ്പം ഈ സഹാവ് വീണ പറഞ്ഞ പോലുള്ള പല കാര്യങ്ങളെ നമ്മള് കൂട്ടിയിണക്കേണ്ടത് അടിവരായിട്ട് പറയുന്നത് അത് തന്നെയാണ്. അപ്പം ഞാൻ ചോദ്യം തരും, ഞാൻ ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ രീതിയിലുള്ള മാറ്റങ്ങളാണെന്ന് പറയുന്നത്. നമ്മളിപ്പോഴും നമ്മൾ വിവക്ഷിക്കുന്ന മാറ്റങ്ങള് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ സ്ത്രീകൾ പോലും, എന്റെ ഭാര്യ പോലും ചിലപ്പം എന്നെ പേടിച്ചായിരിക്കും ചിലപ്പം ജീവിക്കുന്നത്. അത് നമുക്ക് മറികടന്നേ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള നമ്മള് വനിതകൾക്ക് അവരുടെ അവകാശങ്ങൾ നമ്മൾ മാനിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ മാനിക്കുന്നു, അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി നമ്മൾ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു പറയുമ്പം പോലും എന്തുകൊണ്ട് അവര് ഉയർന്നു വരുന്നില്ല, ഇത്തരണത്തിൽ ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത്രേ ഉള്ളൂ. താങ്ക് യു. നമ്മള് ഇപ്പൊ സാറിനെ മറുപടി സാറിനെ പറയുന്നുണ്ട്. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നു നമ്മള് കടുത്ത ഈ കുടുംബം എന്ന് പറയുന്നതിനെ കൊടുക്കുന്ന, അതിനകത്തുള്ള നമ്മളുടെ വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ളതിന് കൊടുക്കുന്ന ഭയങ്കരമായ ഒരു പിന്നെ എന്താണ്, അതിന്റെ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ള ഒരു രീതി ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് സംഭവിക്കുന്നതെല്ലാം അതിനകത്ത് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ സഹായം എന്ന് പറയുന്നത് പുറത്ത് ചോദിക്കാൻ പോലും പാടില്ല എന്ന് പറയുന്ന തരത്തിൽ. എന്തിനാണ് നമ്മുടെ ഉത്തരജ് അല്ലെങ്കിൽ എന്തോന്നൊക്കെയോ വിസ്മയ കുറെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നില്ലേ? അവർക്ക് തിരിച്ചു വരാൻ ഒരു വീടില്ല. ഈ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. നമ്മൾ എന്തെല്ലാം ചെയ്യുമ്പോഴും അവരെല്ലാം വിദ്യാഭ്യാസമുള്ള കുട്ടികളായിരുന്നു. അവർക്ക് വേണമെങ്കിൽ പിന്നെ ജോലി ചെയ്യാമായിരുന്നു. പക്ഷെ വളരെ എന്താ പറയുന്നത്, ഒരു മിഥ്യാബോധമോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ അഭിമാന ബോധമോ ഇതെല്ലാം കാരണം എന്ത് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അത് പിന്നെ പുറത്തു പറയാൻ പാടില്ല. നമ്മള് ഇതിന്റെ കുടുംബത്തിന്റെ ഈ ദുരഭിമാന കൊല പോലെ തന്നെ ഒരു സാധനമാണ്. അത് പുരുഷ മേധാവിത്വത്തിനകത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. അത് മാറാതെ ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് മാറുമായിരിക്കണം ഉടൻ തന്നെ. ഇപ്പൊ ഒരു വലിയ ചർച്ച ഈ സ്ത്രീയുടെ മരണത്തിനെ തുടർന്ന് കേരളം മുഴുവൻ വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ ഒരു ഞെട്ടലോട് കൂടിയാണ് അത് എടുത്തിരിക്കുന്നത്. ഇത്തരം ഞെട്ടലുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരം ഷോക്കുകളായിരിക്കും ഒരു മാറ്റത്തിന് കാരണമാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിനൊരു കാരണമായി അവര് മാറും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഞാനത് ആലോചിക്കാറ് പോലുമില്ല. എനിക്ക് ആലോചിക്കാൻ പോലുമുള്ള ത്രാണിയില്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ഒരു നിമിഷമാകുന്ന സമയത്ത് ആ കുട്ടികളുടെ മുഖവും അവരുടെ മുഖവും വരുമ്പോൾ ഞാൻ തന്നെ വല്ലാണ്ട് പെട്ടെന്ന് എനിക്കത് ഡിപ്രസ്ഡ് ആവുകയാണോ, ഞാൻ ഡൗൺ ആവുകയാണോ തോന്നും. അപ്പൊ ഈ കാരണം അങ്ങനെ ഒരു സ്ത്രീ ഇവിടെ ജീവിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ സമൂഹം എന്നുള്ള നിലയ്ക്ക് അത് തന്നെയാണ് നമ്മൾ ഈ മറ്റതിനകത്തും സംഭവിക്കുന്നത്. ദളിതർക്കും സ്ത്രീകൾക്കും അധികാരം എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിട്ട് എന്തെല്ലാം കളികളാണ് കളിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ കുടുംബം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിലെ പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത്. എല്ലാം സ്ത്രീയുടെ ഭാഗത്തു നിന്നാണ് ചെയ്യേണ്ടത്. അല്ലാതെ പുരുഷനായിട്ടുള്ള ഉത്തരവാദിത്വം എടുക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കുടുംബശ്രീ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന അതാണ്, സാമ്പത്തികമായ ഉത്തരവാദിത്വവും കടക്കെടിയിലോട്ടാണ് നമ്മുടെ മിക്കവാറും സ്ത്രീകൾ പോയി പെടുന്നത്. ആ ഉത്തരവാദിത്വം ഈക്വലി എടുക്കാൻ വീട്ടിലെ പണികൾ ചെയ്യണം, ബാക്കി എല്ലാം ചെയ്യണം. അതിനൊപ്പം ഇപ്പോഴത്തെ ഒരു പുതിയ രീതി അനുസരിച്ച് സാമ്പത്തികമായ ഉത്തരവാദിത്വം കൂടി പിന്നെ ഷെയർ ചെയ്യാത്ത പണ്ടത്തെ ആ രീതി തന്നെ മാറിയിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ ആത്മഹത്യ മാത്രം അല്ലെങ്കിൽ അതിന് കുടുംബമോ സമൂഹമോ ഒന്നും തന്നെ ഈ സ്ത്രീ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നില്ല. അവിടെയും ഇതാണ് പറയുന്നത്, ഒരു പാട്രിയാർക്കൽ ഇതിലാണ് അവിടെയും നിലനിൽക്കുന്നത്. അപ്പൊ ഇതാണ് സാറ് പറഞ്ഞതിന് എനിക്ക് ഉത്തരം എനിക്കറിയില്ല. എന്നാണ് മാറുന്നതെന്നറിയില്ല, എങ്ങനെയാണ് മാറുന്നതെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ എല്ലാ ആഗ്രഹം, ഇങ്ങനെയൊന്നും ഉള്ള ഒരു ലോകം സൃഷ്ടിച്ചിട്ടല്ല നമ്മുടെ പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടി മാത്രമല്ല അതിനകത്ത് ആൺകുട്ടിയും സഫർ ചെയ്യും. ഇപ്പൊ ആ 2 പെൺകുട്ടികളായി അവര് മരിച്ചു എന്നുള്ളതിനെ പോലെ തന്നെ 2 ആൺകുട്ടികൾക്കും മരിക്കാം.
അതുപോലെ തന്നെ ആൺകുട്ടികളുടെ മാനസികമായ എല്ലാ കോൺഫിഡൻസും നശിക്കാം. ഇപ്പൊ നമ്മുടെ ആൺകുട്ടികളെ കുറിച്ച് ഒരുപാട് വയലൻസ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ വയലൻസ് എവിടുന്നാണ്? വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പാരന്റിങ്ങിൽ വരുന്ന, നേരത്തെ അതിനെക്കുറിച്ച് സംസാരിച്ചു, പാരന്റിങ്ങിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വരുന്നത്. പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു വയലൻസിൻ്റെതായ ഒരു രീതി അക്സെപ്റ്റബിൾ ആകുന്ന ഒരു സമൂഹമായി മാറുമ്പോൾ മദ്യപാനത്തിലൂടെ മയക്കുമരുന്നിലൂടെ ഒക്കെ വരുന്ന ഈ വയലൻസ് ആണ് നമ്മുടെ ആ പുരുഷനെ ചെയ്യുന്നത്. അത് ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഭാര്യയെ ആക്രമിക്കുന്ന രീതിയിലാണെങ്കിലും ഒക്കെ ഇത് നിലനിൽക്കുന്നു എന്നുള്ളത് ഒട്ടും ഹെൽത്തി അല്ല. ഈ ഓരോ വനിതാ ദിനത്തിലും നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്ത് പോവുകയല്ലാതെ എന്താണ് ഒരു മാറ്റം എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. എനിക്ക് സാറിനോട് എനിക്ക് ഇത്രേ പറയാനറിയാവൂ. എന്റെ ചിന്തയിൽ എനിക്കിത് മാറ്റത്തിന് വരണമെങ്കിൽ ശരിക്കും ഇത് സ്ത്രീകൾക്കല്ല, പുരുഷന് തന്നെയാണ് ബോധത്തിൽ മാറ്റം വരേണ്ടത്. പിന്നെ ഈ പുരുഷ ബോധം പേറുന്ന നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു പാട്രിയാർക്കൽ സ്പേസ് ഉണ്ട് ഓരോ സ്ത്രീയുടെ ഉള്ളില്. ആ സ്പേസും കൂടി മാറണം. എങ്കിൽ മാത്രമാണ് ഒരു പൂർണ്ണമായ മാറ്റം വരുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിപ്പിക്കുന്ന ഇപ്പൊ പഠിപ്പിക്കുന്ന ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും അല്ല ശരിക്കും ആവശ്യം എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ജീവിക്കാനുള്ള, മനുഷ്യനെ കരുതാനുള്ള ആ ഒരു ബോധം, ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എടുക്കാനുള്ള ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത് പഠിപ്പിക്കാനുള്ള ഒരു സിലബസ് ആണ് ശരിക്കും ആവശ്യം. അതാണ് കേരളം ഇനി മുന്നോട്ട് വെക്കേണ്ടതെന്നാണ് എനിക്കിപ്പോ തോന്നിയിട്ടുള്ളത്. അടുത്തത് അർച്ചന. താങ്ക് യു കുമരേട്ടൻ. ആരാ? അർച്ചന എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അതെ എനിക്ക് ആദ്യമായിട്ട് ഒന്ന് പറയാനുള്ളത്, ഒരു അഡീഷൻ വേണേ പോണെങ്കിൽ, അല്ലെങ്കിൽ ബീനമ്മ പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ കുറെ പ്രാവശ്യം വന്ന ചർച്ചകളിലും ഒക്കെ ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിലാണെങ്കിലും അല്ലാതെ വന്ന നമുക്ക് ഈ മഹിളാ വിങ് അല്ലെങ്കിൽ വുമൻസ് വിങ് എന്തിനാണ് സെപ്പറേറ്റ്? നമുക്കൊരു ഇപ്പൊ പെട്ടെന്ന് അതിന് ഹലോ അർച്ചന പറയൂ. കേക്കാലോ അല്ലെ? ഞാനൊന്ന് വാതിൽ തുറക്കാൻ പോയതായിരുന്നേ. ഒന്ന് ആ ഒരു അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്യാണ് ഞാൻ. ഇപ്പൊ പെട്ടെന്നൊന്നും ചിലപ്പോ അതൊരു എന്താണ് ആക്ഷനിൽ വരാൻ കുറെ സമയം എടുത്തേക്കാം. ഇപ്പൊ പെട്ടെന്നൊന്നും അതൊരു ഇതിൽ വരാൻ ഇല്ല. എന്താ വെച്ചാൽ പല ആൾക്കാരും പല മഹിളകളും ഇതിലേക്ക് വരുന്നത് ഈ വുമൻസ് വിങ്ങിലൂടെ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ സെപ്പറേറ്റ്ലി ഒരു വുമൻസ് വിങ് വേണ്ട ഒരു ആവശ്യം. പിന്നെ ഒരു ഉണ്ട്, ഒരു ഈ എല്ലാ നെഗറ്റീവ്സിന്റെ ഇടയിൽ ഒരു പോസിറ്റീവ് പറയാനും കൂടിയിട്ടാണ്. ഇപ്പൊ ഈ വരും തലമുറയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ മേ ബി ഞാനും കഴിഞ്ഞു വരുന്ന ഒരു തലമുറയെ കുറിച്ചായിരിക്കാം. നമ്മൾ പണ്ട് കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കുറെ നമ്മൾ ചെറുതായിരിക്കുമ്പോ ഒക്കെ കേട്ട് വന്നതും നമ്മൾ വളർന്നൊരു ചുറ്റുപാടിൽ കുറെ മാറിയിട്ട് എന്റെയൊക്കെ അമ്മയുടെ ഒരു ജനറേഷൻ ആണെങ്കിൽ പലരും പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യാതെ അതുള്ള പോലെ അനുസരിച്ച് പോയിട്ട് ശബ്ദം ഉള്ളിലുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ പറയുന്നു വേണ്ട എന്നുള്ളൊരു ഇതില് നിന്ന് പോയ ആൾക്കാരാണ്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ജനറേഷൻ പലതും വരുമ്പോ അതൊരു ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അതായിരിക്കാം ചിലപ്പോ ഒരു മാറ്റത്തിന് കുറച്ചെങ്കിലും നമ്മുടെ വീടിനാണെങ്കിലും ചുറ്റിലുള്ളൊരു ആ ഒരു അറ്റ്മോസ്ഫിയർ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. ഒരു 10 വർഷം 15 വർഷം ഒരു ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ചുറ്റിനുള്ള ഒരു സമൂഹത്തിൽ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാൻ കാണുന്ന ഒരു, അതേപോലെ എനിക്ക് അറിയില്ല, കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ചോദ്യമല്ല, ഒരു അഭിപ്രായമായിരിക്കും. ഇപ്പൊ മാമിന്റെ അഭിപ്രായം അതിനെ കുറിച്ച് എന്താണെന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പൊ പൊളിറ്റിക്കൽ എംപവർമെന്റ് ആണെങ്കിൽ എല്ലാ ഒരു വുമൻ എംപവർമെന്റിന് പല വശങ്ങളും ഉണ്ട്. അപ്പൊ സോഷ്യൽ എംപവർമെന്റ് അല്ലെങ്കിൽ എക്കണോമിക് എംപവർമെന്റ് പല വശങ്ങളും ഉണ്ട്. അപ്പൊ അതില് എനിക്ക് തോന്നുന്നത് ഈ കുറെയൊക്കെ ഈ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ കുറെ ഇത് കുറയാനുള്ളൊരു ഇത് വന്നിരിക്കുന്നത് ഇപ്പൊ ഓവർ ദ ടൈം. പണ്ട് കൂടുതലും ആൾക്കാർ സ്ത്രീകൾ ജോലിക്ക് പോവാത്തൊരു റേഷ്യോന്ന് ഇപ്പൊ അധികം ആൾക്കാര്, ഇപ്പൊ ഫാമിലി ആണെങ്കിൽ കൂടിയും സ്ത്രീകളുടെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഒരു ഫാമിലിയിൽ. അപ്പൊ അത് കാരണമായിരിക്കാം ഓവർ ദ ടൈം
അതിന്റെ എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു ഇതാണ്. എന്താ വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പേഴ്സണലി ഫൈനാൻഷ്യലി സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ കൂടുമ്പോൾ ഇപ്പൊ എല്ലാ വീട്ടുകളിലും മാക്സിമം ആൾക്കാർ ഈ ഹൗസ് വൈഫ്, നമ്മൾ ഈ ഹോം മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ടേം തന്നെ നമ്മൾ മാറ്റി ഇപ്പൊ പലരും എല്ലാവരും മോസ്റ്റ്ലി വളരെ കുറവ് വീടുകളിലെ നമുക്ക് അങ്ങനെ ഉണ്ട്, എന്നാലും ഇല്ല എന്നല്ല. ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിലും കുറച്ച് പുറകോട്ടത്തെ ആണെങ്കിലും മാക്സിമം എല്ലാവരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ സ്ത്രീകൾ വീട്ടിലുള്ള എല്ലാവരും തന്നെ വർക്കിംഗ് ആണ്, എല്ലാവർക്കും ഒരു ഇൻകം ഉണ്ട് ഫൈനാൻഷ്യലി. അപ്പൊ ആ ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്ട് ആണ് സ്ത്രീനെ കുറച്ചും കൂടി ഒരു ഇക്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഉയർത്താൻ കോൺട്രിബ്യൂട്ട് ചെയ്തെന്നുള്ളൊരു ആ ഒരു ഇതിനോട് എങ്ങനെയാണ് മാം? അല്ല, വളരെ അത് വളരെ റെലവെന്റ് ആയ ഒരു അഭിപ്രായമാണ് അർച്ചന പറഞ്ഞത്. സാമ്പത്തികമായിട്ട് നമ്മൾ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന്റെ ശരിക്കും പ്രാഥമികമായ സ്വാതന്ത്ര്യം തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. അങ്ങനെ ഒരു ഇതിൽ മാത്രമേ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെ വരുള്ളൂ, ചിന്താ സ്വാതന്ത്ര്യം വരുള്ളൂ. നമ്മളുടെയൊക്കെ ഒരാളെടുത്ത് ഒരു കാര്യത്തിന് ആശ്രയിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ മുന്നേയുള്ള ജനറേഷൻസിൽ വളരെ എന്താ പറയുന്നത്, അതൊരു വലിയ പോരായ്മയായിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക്. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ തലമുറ വന്നപ്പോ ശരിക്കും 1975 ആദ്യമായിട്ട് ഈ സ്ത്രീകളുടെ ഒരു വർഷമൊക്കെ ആചരിക്കുന്നത്. അപ്പോഴാണ് ഗേൾ ചൈൽഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ വരുന്നത്. അപ്പോഴ് ആ ഒരു ജനറേഷനിൽ കൂടിയാണ് ശരിക്കും ഈ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ കൂടി മാത്രമാണ് സ്ത്രീക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഈ സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, സ്ത്രീയുടെ ശാക്തീകരണം എന്ന് പറയുന്നത്, ഇപ്പൊ ശാക്തീകരണം എന്നുള്ള വാക്ക് പോലും വേണ്ടാന്നുള്ളൊരു ചിന്തയാണുള്ളത്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. അതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ പഴയ നമ്മുടെ ഈ പുതിയ ഒരു കാലത്ത് ഗ്ലോബലൈസേഷന്റെ ഒക്കെ കാലത്ത് വന്ന മാധ്യമങ്ങളിലൂടെയും കച്ചവടവൽക്കരണത്തിലൂടെയും ഒക്കെ വന്ന വലിയ ഒരുപാട് ചില കച്ചവട താല്പര്യങ്ങളുണ്ട് പലർക്കും. അതിനെയും കൂടെ എതിരിടുമ്പോൾ മാത്രമാണ് സ്ത്രീകൾക്ക് ശരിയായ സ്വാതന്ത്ര്യം വരുന്നതെന്നാണ്. ഇപ്പൊ നമ്മുടെ മാർക്കറ്റ് നമ്മള് തീരുമാനിക്കുന്നതാണ്. ഈ കല്യാണങ്ങളിലൊക്കെ വരുന്നത് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളും ഒരു വലിയ ഒരു പൈസ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതിനുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും നഷ്ടപ്പെടുന്നത് അവിടെ ഈ സ്ത്രീക്കാണ്. ഈ പെൺകുട്ടിക്ക് ഈ രൂപ കൊടുത്ത് ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന രൂപ ഈ കുട്ടിയുടെ ജീവിതത്തിന്, ഈ പെൺകുട്ടിയുടെ പേരിലാണ് ഈ വീട്ടുകാർക്ക് ഇടുകയോ വല്ലതും ചെയ്ത് ആ കുട്ടിക്ക് അറ്റ്ലീസ്റ്റ് ആ രൂപയെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്കുണ്ടാകുന്ന കോൺഫിഡൻസ് പോലും ഈ വീട്ടുകാർ നോക്കുന്നില്ല. ഈ നമ്മള് വലിയ സാരിയായിട്ടും അല്ലെങ്കിൽ 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന മാമാമ്പക്കം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കുട്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക ക്രൈസിസ് ആ കുട്ടിക്ക് നേരിടേണ്ടി വരുന്ന, ഭർത്താവിന്റെ അടുത്തും ഭർത്താവിന്റെ വീട്ടിലുമൊക്കെ പോയി തൊഴിലില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ, തൊഴിലുണ്ടെങ്കിൽ പോലും നേരിടേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ഈ സാമ്പത്തികമായ ഇതുകൊണ്ടാണ് നേരിടേണ്ടത്. പക്ഷെ ഇപ്പൊ പെൺകുട്ടികൾക്ക് സാമ്പത്തികമായ ജോലി വേണം എന്ന് ഉറപ്പും അവനവനെ അല്ലെങ്കിൽ അവൾക്ക് തന്നെയുള്ള ജീവിതം സ്വയം തീരുമാനിക്കണം, എന്ത് ജോലി ചെയ്യണം തീരുമാനിക്കുന്ന പെൺകുട്ടികളാണ്. അവര് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ലാത്ത പെൺകുട്ടികളാണ്. അവരിലാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷ. അതിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം വലുതാണ്, സാമൂഹിക സ്വാതന്ത്ര്യം വലുതാണ്, സഞ്ചാര സ്വാതന്ത്ര്യം വലുതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഭരണഘടനയിലുള്ള എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നതും കിട്ടുമ്പോൾ മാത്രമാണ് സ്ത്രീക്ക് ശരിക്കും സ്ത്രീയും ഒരു സിറ്റിസൺ ആവുന്നത്, ഒരു പൗരനാകുന്നത്. ഇപ്പൊ നമ്മൾ അർത്ഥ പൗരത്വത്തിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി 6 മണി മുതൽ വൈകുന്നേരം പിറ്റേന്ന് രാവിലെ 6 മണി വരെയുള്ള സമയം പോലും പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. പല സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളിലും. അപ്പൊ അത് ശരിക്കും നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് ജനാധിപത്യത്തെ കുറിച്ചും നമ്മുടെ ഭരണഘടനയെ കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ആണ് ശരിക്കും ഈ ഓരോ വനിതാ ദിനത്തിലും സ്ത്രീയുടെ സ്ഥാനം എവിടെയാണ്, എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതിനെ ചിന്തിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജസ്റ്റ് ഒരു പോയിന്റ് കൂടി ജസ്റ്റ് ഇങ്ങനെ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നത് ഇവിടെ ഞാൻ അമ്മയോടും ബാക്കിയുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിൽ കുറെ ആൾക്കാർ ഞാൻ കാണുന്ന മാക്സിമം പറയുന്നതാണ് അവനോന് നമ്മൾ സെൽഫ് ആയിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. എന്താ വെച്ചാൽ നമ്മൾ ഹാപ്പി ആണെങ്കിലാണ് നമുക്ക് ചുറ്റുമുള്ളവരെയും ആ ഒരു അതെല്ലാം പുതിയ അർച്ചന, ഇതെല്ലാം പുതിയ ചിന്തകളാണ്. പണ്ട് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ സ്വന്തമായിട്ട് ഹാപ്പി ആവണം എന്ന് പറയുന്ന ഒരു തലമുറ അല്ലായിരുന്നു ഇവിടെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ ജീവിക്കേണ്ടത്, ഇപ്പൊ അമ്മയുടെ തലമുറ എന്ന് പറയുന്നത് അടുത്ത തലമുറ ആയതുകൊണ്ടാണ് പറയുന്നത് ആദ്യം അവനവന്റെ സന്തോഷത്തിനൊരിക്കും പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അത് തന്നെയാണ് എല്ലാ മുന്നോട്ടുള്ള വഴിയിൽ ഏറ്റവും പ്രധാനം. ഓരോ വ്യക്തിയും അവനവന് പ്രാധാന്യം കൊടുക്കുന്നതിനൊപ്പം മറ്റുള്ളവരെ തഴയുകയല്ല,
ഇപ്പോ ശരിക്കും പണ്ടെന്ന് വെച്ചാൽ സ്ത്രീകളോട് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് സ്വന്തമായ ഒരു എക്സിസ്റ്റൻസ് ഇല്ല, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളവരാണ്. ഇപ്പൊ അത് മാറിയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ സൊസൈറ്റിക്കും നിങ്ങളുടെ രാജ്യത്തിനും വേണ്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് പിന്നെ പ്രയോറിറ്റി കൊടുക്കാനും എന്ത് ഇൻഡിപെൻഡൻസ് ആണെങ്കിലും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൽ തുടങ്ങി ബാക്കി സോഷ്യൽ ഇൻഡിപെൻഡൻസിലോട്ട് എല്ലാത്തിലേക്കും വരുന്നതാണ് ഒരു മാറ്റത്തിന്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ തലമുറയ്ക്ക് അത് കുറച്ചുകൂടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അത് സംസാരിക്കുന്നത്. നമ്മള് കുറെ സമയമായി 2 മണിക്കൂറായി അല്ലേ സുജാത? അതെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. എന്നാലും എല്ലാവർക്കും ഇന്ററാക്ട് ചെയ്യാൻ പറ്റി, കൂടുതൽ കാര്യങ്ങൾ ക്ലാരിറ്റിയോടെ സംശയങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോ ഇവിടെയൊക്കെ പറയുന്നത് ഇപ്പോഴും നമ്മൾ വളരെ ദൂരമൊന്നും പോയിട്ടില്ല. ഈവൻ കേരളത്തിലുള്ള ഒരുപാട് അടിസ്ഥാന പ്രശ്നങ്ങള് ബീന ചേച്ചി ഇവിടുന്ന് പല സ്ഥലങ്ങളിൽ ഇന്ത്യ കണ്ടിട്ട് തിരിച്ച് നാട്ടിൽ സെറ്റിൽ ആകുമ്പോഴുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും നേരിടാൻ പോകുന്ന ഒരു കാര്യം അത് തന്നെയാണ്. നമ്മൾ നാട്ടിൽ പോയാലും അത്രമാത്രം നമ്മൾ ആ ഒരു സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞവിടെ നമുക്കൊരു സ്പേസ് എന്നുള്ളത് എപ്പോഴും ഒരു പ്രശ്നമാണ്. എവിടെയായാലും ആ സ്പേസ് നേടിയെടുക്കുക എന്നുള്ളത് വളരെ വളരെ പ്രയാസമുള്ള ഒരു ജോലിയാണ്. അതുപോലെ തന്നെ നമ്മൾ എത്ര വർക്ക് ചെയ്താലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു പാട്രിയാർക്കൽ സമൂഹത്തിൽ ഉണ്ട്. അത് നമുക്ക് അത്രമേൽ എഫേർട്ട് എടുത്താലാണ് അത് മായ്ച്ചു കളയാൻ പറ്റുക. അർച്ചന പറഞ്ഞതുപോലുള്ള പുതിയ തലമുറയിലെ ചിന്തകള്, അതുപോലെ പുതിയ തലമുറയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹത്തിന് ചിലപ്പോ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതിന് നമ്മളെപ്പോലുള്ള അമ്മമാർക്ക്, സഹോദരിമാർക്ക്, മക്കൾക്ക് നമ്മൾക്കിങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടേ നമ്മൾ വർഷങ്ങളായി നിരന്തരം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് അർച്ചനയെ പോലെയുള്ളവരെടുത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഈ മാറിയേ പറ്റൂ എന്നുള്ളത് നിരന്തരം ഒരു 10-45 വർഷമായി തന്നെ ചിന്തിക്കുന്ന കാര്യമാണ്. ഈ സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുന്നത് ശരി. അപ്പൊ നമ്മുടെ അടുത്ത തലമുറയാണ് അതിന് ഗുണമുണ്ടാകുന്നത്. വഴിവെട്ടി വന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ തലമുറ വഴിവെട്ടുകയായിരുന്നു അടുത്ത തലമുറയ്ക്ക് വേണ്ടി. അതാണിപ്പോ നമ്മൾക്ക് കുറച്ചുകൂടി ഇതോടുകൂടി നമ്മുടെ പെൺകുട്ടികള് ലോകത്തിന്റെ പല ഭാഗത്തും പോവാനും ജോലി ചെയ്യാനും അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത് എന്ന് ഇത് എനിക്ക് തോന്നുന്നു 75 ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ആ 75 ഉള്ള കാലഘട്ടം മുതൽ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാക്കി തന്ന ഒരു ബോധമാണ് ശരിക്കും ഇവിടുത്തെ ഫെമിനിസ്റ്റുകളും എല്ലാവരും തന്നെ. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുമ്പോൾ മാത്രമേ സ്ത്രീക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു. അതുകൊണ്ടാണ് നമ്മുടെ തലമുറ ജോലിക്ക് പോകാനുള്ള എത്രയും നല്ല ജോലികൾ കിട്ടാനായി ശ്രമിച്ചത്. ആ തലമുറയാണ് ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം ഉള്ളിലുള്ള നിങ്ങളെ തിരിച്ചറിയാനും അതിന് പ്രാധാന്യം കൊടുക്കാനും പറയുന്നത്. അതാണ് ഈ മാറ്റം. ഏതായാലും വളരെ സന്തോഷം. ഒരു വനിതാ ദിനത്തില് ജനസംസ്കൃതിയുടെ പരിപാടിയുമായിട്ട് ഇത്രയും നീണ്ട ഒരു ചർച്ച ചെയ്യാനും പല വിഷയങ്ങളെ കുറിച്ചും തുറന്ന് സംസാരിക്കാനും കിട്ടിയ അവസരത്തിൽ സന്തോഷമുണ്ട്. ശശി പോയോ? അപ്പൊ നമുക്ക് ഏതായാലും ഇതിന്റെ ഔദ്യോഗികമായ നന്ദി പ്രകാശനത്തിന് വേണ്ടി അർച്ചനയാണ്. ഇല്ല, ഞാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ ശരി ശരി കുറച്ച് നീണ്ടുപോയി സോറി. അതെ അർച്ചനെ ക്ഷണിക്കാണ് നന്ദി പ്രകാശനത്തിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജനസംസ്കൃതി ഇന്റർനാഷണൽ വുമൻസ് ഡേന്റെ ഭാഗമായി സംഘടിപ്പിച്ച് ഈ ഒരു പ്രഭാഷണത്തില് സ്പീക്കറായി നമുക്ക് വേണ്ടി ഇത്രയും നേരം സമയം ചെലവഴിച്ച് ശ്രീ കെ എ ബീനെ ജനസംസ്കൃതിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്താണ്. അതേപോലെ ഇന്നത്തെ നമ്മുടെ ഈ പ്രഭാഷണത്തിന് അധ്യക്ഷത വഹിച്ച് ശ്രീമതി സുജാത പി.വി, ജനസംസ്കൃതി സെക്രട്ടറി ശ്രീ പ്രസാദ് എ.കെ, പ്രസിഡന്റ് ശ്രീ വിനോദ് കമാലത്ത്, എല്ലാവർക്കും. അതേപോലെ ഈ നമ്മുടെ ഈ പ്രഭാഷണത്തിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും എല്ലാവർക്കും ജനസംസ്കൃതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്താണ്. താങ്ക് യു. നന്ദി ചേച്ചി. ഇനിയും കാണും നമ്മൾ. ഗുഡ് നൈറ്റ് ശശി. ഓക്കെ സുജാത. ഓക്കെ ഹസീന. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു. ഓക്കെ താങ്ക് യു. Thank you all.